ഈവനിങ് സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ 3.5 ദിവസവും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് കേൾക്കുവാൻ ദൈവം നമ്മൾ ഇടയാക്കി. നമുക്കറിയാം, ഈ അന്ത്യകാലഘട്ടത്തിൽ എത്തിയിരിക്കുന്ന നമുക്ക് ദൈവം ആവശ്യമായ ആലോചനകളാണ് ഈ ദിവസത്തിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവ് സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ശുശ്രൂഷകൾ പോകുന്നതെങ്കിൽ പോലും അതിൽ നിന്നും നമുക്ക് എടുക്കേണ്ടതായ ചില മുത്തുകൾ ദൈവം ഈ ദിവസത്തിൽ നമുക്ക് വേണ്ടി ഒഴിക്കുന്നതോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലവും നമുക്ക് വളരെ താല്പര്യത്തോടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രികാലം നമ്മളോട് വചനം ഘോഷിക്കുന്നത് നമ്മുടെ ചർച്ചിന്റെ സീനിയർ പാസ്റ്റർ, നമ്മുടെ ദൈവനായ കഥാദാസൻ പാസ്റ്റർ PR ദേവി അവர்களാണ്. കൂടുതൽ ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ ഈ സമയം ഏൽപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥന. ഇന്ന് പകൽക്കാല രാത്രിയിലെ കർത്താവിന്റെ സന്നിധിയില് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം ദിവസം നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും എല്ലാം നടക്കുമ്പോൾ വളരെ കാര്യമായിട്ടും ഗഹനമായിട്ടും നമ്മുടെ ദൈവത്തിന്റെ വചനം പഠിക്കാണല്ലോ. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് ഈ ദിവസങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം പകർന്നു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം പഠിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഇതെല്ലാം പഠിക്കുന്നത് കുറെ അറിവ് സമ്പാദിക്കാനല്ല, കർത്താവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ച് പ്രസംഗം ആരംഭിക്കാനല്ല, പ്രസംഗിക്കാനല്ല. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മള് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം, അതിന് ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം. ഈ പഠനത്തിന്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് 24-ാം അധ്യായത്തിന്റെ 42-ാം വാക്യവും 43-ാം വാക്യവുമാണ്. വായിക്കാം. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുരക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അപ്പോ ഉണർന്നിരിപ്പീൻ, ഒരുങ്ങിയിരിപ്പീൻ. ഈ 2 ഉദ്ദേശങ്ങളാണ് നമ്മുടെ ഈ വചന പഠനത്തിലുള്ളത്. കേൾക്കാമല്ലോ എല്ലാവർക്കും കേൾക്കാമല്ലോ. ഈ 2 ഉദ്ദേശങ്ങളാണ് ഈ വചന പഠനത്തിലുള്ളത്. സ്തോത്രം. കർത്താവിന്റെ വരവിന്റെ ലക്ഷണം മുഴുവനും മനസ്സിലാക്കിയാലും കറക്റ്റായിട്ട് എണ്ണി പഠിച്ചാലും നമ്മളുടെ ജീവിതത്തിൽ പ്രധാനമായ വിഷയം കർത്താവ് വരുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ അറിയുക എന്നുള്ളതാണ്. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഈ ഭാഗങ്ങള് മർക്കോസ് 13, ലൂക്കോസ് 21, മത്തായി 24 ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത അറിയാതിരിക്കാനാ. എടുത്തുകൊള്ളപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത എടുത്തുകൊള്ളപ്പെടാതിരിക്കാനാ. ഏറ്റവും ചുരുങ്ങിയ തോതിൽ പറഞ്ഞാൽ 50-50 ചാൻസേ ഉള്ളൂ. നമ്മള് വളരെ കെയർഫുൾ ആയിരിക്കണം. കർത്താവിന്റെ വരവെന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. അത് ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. ലക്ഷണങ്ങളിൽ നിന്ന് കുറെ പഠിച്ചിട്ടുണ്ട്. ഇനി അത് തുടർന്നുള്ള ദിവസങ്ങൾ കർത്താവിന്റെ ദാസന്മാരിൽ കൂടെ നമ്മൾ കേൾക്കും. ലക്ഷണങ്ങൾ പലതാണ്, നിരവധി ലക്ഷണങ്ങളുണ്ട്. ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളുണ്ട്, കർത്താവിന്റെ വരവിന് ലക്ഷണങ്ങളുണ്ട്. നമ്മൾ രാവിലെ കേട്ടത് എപ്പോൾ സംഭവിക്കും, ദേവാലയം എന്ന് തകർക്കപ്പെടുന്ന ലക്ഷണങ്ങൾ സമയം കൊടുത്തിരുന്നു, നടന്നു. ഇതെല്ലാം മനസ്സിലാക്കിയാലും കർത്താവ് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ അങ്ങനെ വരാതിരിക്കാനായിട്ട് പ്രധാന ലക്ഷണം അറിയലല്ല, ഒരുക്കണം. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരുങ്ങണം. ഉറങ്ങരുത്, ഉണരണം. ഞാന് പൊതുവെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഈ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വാചകങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ ആർക്കും പ്രയാസം തോന്നരുത്.
ഉണർവിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന കൂടിയിരിക്കുമ്പോൾ ആളുകളുടെ പ്രാർത്ഥനാവാചകം ശ്രദ്ധിച്ചാൽ മിക്കവാറും ഇങ്ങനെയായിരിക്കും: കർത്താവേ, സഭയെ നീ ഉണർത്തണമേ, ഈ എറണാകുളം പ്രദേശത്തെ ഉണർത്തണമേ, കേരളത്തെ ഉണർത്തണമേ, ഭാരതത്തെ ഉണർത്തണമേ, ഞങ്ങളുടെ യൗവനക്കാരെ ഉണർത്തണമേ, പ്രായമായവരെ ഉണർത്തണമേ, എല്ലാവരെയും ഉണർത്തണമേ. പക്ഷെ നിന്റെ കാര്യമോ? എല്ലാവരും ഉണർന്നിട്ട് ഞാൻ ഉണർന്നിട്ട് തീർന്നാലും നോക്കി. പ്രാർത്ഥനയെ പോലും നമ്മൾ ഉണരണമെന്നുള്ളൊരു ധ്വനി വരാറില്ല. നമ്മൾ മറ്റുള്ളവരെല്ലാം ഉണർത്താൻ നടക്കുക. ആരും കുറ്റം പറയുകയല്ല, ഇത് നമ്മുടെ സ്വഭാവമായി പോയി. ലോകത്തിലുള്ള ആളുകൾ മുഴുവൻ നമ്മൾ മാനസാന്തരപ്പെടുത്തി ശ്രമിക്കുമ്പോൾ നമുക്ക് ഈ സാധനമില്ല. ഇത് 44 തുടങ്ങിയതാ, ഉണ്ടായതാ. അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ ടൈമിലോ സെക്കൻഡ് വേൾഡ് വാർ ടൈമിലോ ഇതുപോലൊരു കഷ്ടം വന്നപ്പോൾ മാനസാന്തരപ്പെട്ടതാ. ദിനംതോറും മനസ്സിലേക്ക് രൂപാന്തരപ്പെടുന്നുള്ള വാക്യം പലർക്കും ഉള്ളതാണ്, നമുക്കല്ല. ഒരു ഡെയിലി ബേസിസിൽ ഒരു ചേഞ്ചും ഒരു രൂപാന്തരവും, ഡെയിലി ബേസിസിൽ ഉണർവും ഒരു ഒരുക്കവും ഇതെല്ലാം നമുക്കുണ്ടോ എന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളെല്ലാം പഠിച്ചിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തൊരുങ്ങി? നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. നമ്മൾ എന്താ ഒരുങ്ങിയത്? ഇപ്പോ 4-ാം ദിവസമാണ്. 1-ാം ദിവസത്തേക്കാൾ നമ്മൾ ഒന്നും കൂടെ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഒരുക്കത്തിലൊട്ടും പുറകോട്ടല്ല. അടുത്ത മാസം ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഇന്നോട്ട് ചെരുപ്പ് വരും, ഡ്രസ്സ് തേക്ക് വയ്ക്കും, കുടവരെ കഴുകി വയ്ക്കും. എന്തിനാ? അടുത്ത മാസം കല്യാണം ഉണ്ട് പോകാൻ. എന്തിന്? ബ്യൂട്ടി പാർലറിൽ പോയി തന്നല്ല പോകുന്നത്, കരുതും പോവും. എന്തിനാ? ഒരുങ്ങാനാ. അത്രയെങ്കിലും വലിയ ഒരുക്കം ഈ പ്രധാനപ്പെട്ട കാര്യത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ നമുക്ക് നഷ്ടം വരും. കർത്താവിന് വേണ്ടിയുള്ള വരവിന് വേണ്ടി ഒരുങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ രാവിലെ മറ്റേ നമ്മുടെ ഒരു പ്രസംഗത്തിൽ കൂടെ കേട്ടു, തോമസ് എന്ന് തോന്നുന്നു. മണവാളനും മണവാട്ടിയും ഒക്കെ കല്യാണ ദിവസം ഒരുങ്ങുന്ന പോലത്തെ ഒരുക്കം. ഏതെങ്കിലും മണവാളൻ കുളിക്കാതെ ഒരുങ്ങുമോ? ഏതെങ്കിലും ഒരു മണവാട്ടി കുളിക്കാതെ സാരി എടുത്തെടുക്കുവോ? ഏതെങ്കിലും ഒരു മണവാളൻ പല്ല് തേക്കാതെ അന്ന് കല്യാണത്തിൽ പോവോ? നമ്മളൊക്കെ ഈ പല്ലും തേക്കാതെ കുളിക്കാതെ പോകുന്നവരായതുകൊണ്ടാണ് ഇത് നമുക്ക് മനസ്സിലാവാത്തത്. ഞാൻ ആത്മീയ അർത്ഥത്തിൽ പറയുകയാണ്. ദൈവമക്കളെ, നമ്മൾ ഒരുങ്ങണം. മണവാളിന് വേണ്ടി ഒരുങ്ങണം, മണവാട്ടി ഒരുങ്ങണം. ദേവദാസൻ പറഞ്ഞു കേട്ടു, സാധാരണ കല്യാണമാണെങ്കിൽ ഒരുക്കാൻ പലരും കാണും. ബ്യൂട്ടീഷ്യൻ കാണും, ഫ്രണ്ട്സ് കാണും, ടൈ വരെ കെട്ടിച്ചേരാൻ ആള് കാണും. പക്ഷെ ഇതിനങ്ങനെ കഴിയുന്നതിനൊക്കെ ആരും ടൈ കെട്ടിക്കുകയല്ല, ആരും ഷൂസ് ചെയ്യത്തില്ല, ആരും ബട്ടൺ നല്ലതാണെന്ന് നോക്കത്തില്ല. നീ തന്നെ കണ്ണാടിയിൽ നോക്കണം, നീ തന്നെ ഷൂസ് കെട്ടണം, നീ തന്നെ ബട്ടൺ ഇടണം, നീ തന്നെ ടൈയും കെട്ടണം, നീ തന്നെ ഒരുങ്ങണം. കണ്ണാടിയുടെ മുമ്പിൽ എത്ര സമയം ചെലവഴിച്ചാലും കുഴപ്പമില്ല. ഏത് കണ്ണാടിയുടെ? നമ്മള് ബ്രോഡ്വേന്ന് വിളിക്കുന്ന കണ്ണാടിയല്ല, വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ എത്ര പേര് വചനം വായിക്കുന്നത് അവനവനെ പരിശോധിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞ ഞാൻ കേട്ടത് തന്നെയാ. ഇപ്പൊ ആളുകൾ കൂടുതലും വചനം വായിക്കുന്നത് പ്രസംഗിക്കാനാ. ഇന്ന് വചന ശുശ്രൂഷ ഉണ്ടെങ്കിൽ വചനം വായിക്കും, ഇല്ലെങ്കിൽ വായിക്കത്തില്ല. ദൈവമക്കളെ, പ്രസംഗത്തിന് വേണ്ടി ഒരു വാചന ഇല്ല. നമ്മൾ ദിനംതോറും പഠിക്കുന്നത് പോലെ തന്നെ പഠിക്കും. പ്രസംഗം ഉണ്ടെങ്കിൽ ആ വിഷയം പഠിക്കും. അത് പ്രസംഗത്തിന്റെ പ്രത്യേകത അല്ല. നമ്മൾ പഠിക്കുന്നത് എല്ലാ ദിവസവും ഉണ്ട്. അപ്പോ നമുക്കൊരു ഒരുക്കം വേണം. പാട്ടുകാരൻ പാടുന്നത് നീയൊരുങ്ങിയിട്ട് എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ?
നിർമ്മലമായ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? ഈ ഒരുക്കത്തിന്റെ ആകത്തുകയാണത്. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമായ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മളുടെ ഒരുക്കത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് കർത്താവിന് രണ്ടാമത് വരാൻ വേണ്ടി കാത്തിരിക്കാനാണ്, ഉണർന്നിരിക്കാനാണ്, കാത്തിരിക്കാനാണ്, ഒരുങ്ങിയിരിക്കാനാണ്. തീർച്ചയായിട്ടും ഒരു കാത്തിരിപ്പ് നേതൃത്വമുണ്ട്. അവൻ ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ അവൻ വരും. പ്രൈസ് ഗോഡ്. ഒരു ഒരുക്കം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സഭകളിൽ തിരുവത്താഴം വച്ചേക്കുന്നത് പോലും ഈ ഒരുക്കത്തിന് വേണ്ടിയാണ്. മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ നടത്തുന്ന ഒരു ചടങ്ങ് മാത്രമല്ലത്. കർത്താവിന്റെ വരവിന് വേണ്ടി സഭ, വ്യക്തികൾ, നമ്മൾ ഒരുങ്ങാൻ. സഭയുടെ തിരുവത്താഴം കഴിഞ്ഞ് ഒരു വിശുദ്ധ ചുംബനമുണ്ട്. എന്താ വിശുദ്ധ ചുംബനം? നിരപ്പ് പ്രാപിക്കാൻ. കാണപ്പെടുന്ന സഹോദരനോട് നിരപ്പ് പ്രാപിക്കാത്തവൻ കാണാത്ത ദൈവമായിട്ട് എന്തോ ചെയ്യുന്ന പറയുന്നത്. അപ്പോ സഭായോഗത്തിൽ നമ്മൾ പോകുന്നത്, തിരുവത്താഴം കൊള്ളുന്നത് ഒരുക്കമാണ്. പണ്ടാരുടെ സഭയിൽ വഴക്കുണ്ടാക്കി പറഞ്ഞിട്ട് എന്നെ കഴിഞ്ഞ ആഴ്ച എന്നാ തിരുവത്താഴം പറയാൻ ഞാൻ ഒരുങ്ങിയിട്ടില്ലാന്ന്. ഇതെന്നെ കുളിച്ച് പുതിയ ഉടുപ്പിട്ട് പല്ലൊക്കെ തെച്ച് വരുന്ന ഒരു പരിപാടിയാണോ? അല്ല. സദാസമയം ഒരുങ്ങിയിരിക്കുന്നവർക്ക് തിരുവത്താഴം ഇന്ന് വന്നാൽ കൊടുക്കാം, നാളെ എടുക്കാം. തിരുവത്താഴം എടുക്കുന്നതിന്റെ പ്രഥമമായ സൂചന തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. എന്തോ ശോധന ചെയ്യുന്നത്? കണ്ണാടിയുടെ മുമ്പിൽ തന്നെത്താൻ ശോധന ചെയ്യണം. തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ? കുറവ് വരുമ്പോ കണ്ണടക്കരുത്. നമ്മൾ ബ്രൂട്ടലായിട്ട് അതിനെ നേരിടണം. ഒരു കനിവും കാണിക്കരുത്. പൗലോസ് പറയുന്നത്, ഞാൻ ദണ്ണിപ്പിച്ചടിമയാക്കുക എത്ര. എന്തിന്? സ്വന്തം ശരീരത്തെ. നമുക്ക് കീഴടങ്ങാത്ത ശരീരത്തെ കീഴടക്കണമെങ്കിൽ ദണ്ണിപ്പിക്കണം. എങ്ങനെ? ഉപവാസത്താലും പ്രാർത്ഥനയാലും. 21 ദിവസം നമ്മൾ ഉപവാസത്തിലാണ്. വൈകിട്ട് ഒരു നേരം കഴിച്ചുകൊണ്ടാണ് മിക്കവാറും ഉപവസിക്കുന്നത്. കാരണം പള്ളിയിൽ നിന്ന് കൂടുന്നില്ല. കൂട്ടായ്മയുടെ ഒരു അപാകതയുണ്ട്, ഒരു പോരായ്മയുണ്ട്. എങ്കിലും ഒരു നേരം കഴിച്ചുകൊണ്ട് നമ്മൾ ഉപവസിക്കുമ്പോഴും ഈ ശരീരത്തെ ഒന്ന് മയപ്പെടുത്തിയെടുക്കുക. 3 ശത്രുക്കളിൽ ഒന്നാമനാ ജഡമോഹം. നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, നിന്റെ വലത്ത് കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നത് അതിനെ വെട്ടിയെറിഞ്ഞ് കളക, കടൽ കളക. കൈയില്ലാതെ 2 കൈയുള്ളവനായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒരു കൈ ഒറ്റ കൈയിനായിട്ട് സ്വർഗത്തിൽ പോകുന്നത് നല്ലതെന്ന് കർത്താവ് പറയുന്നത് വെറുതെ പറഞ്ഞല്ല. വെറുതെ പറഞ്ഞല്ല. കർത്താവ് വളരെ കാര്യമായിട്ട് പറയുകയാണ്. 2 കൈയും ഉള്ളവനായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കൈയിനായിട്ട് സ്വർഗത്തിൽ പോകുന്നത്. എന്താ കാരണം? നിന്റെ കൈ നിനക്ക് ഇടർച്ചയാണെങ്കിൽ വെട്ടിക്കളയാൻ. പക്ഷെ മനസ്സിലാക്കണം, അതിന്റെ ആത്മീയാർത്ഥം മനസ്സിലാക്കണം. കൈ വെട്ടാനല്ല കർത്താവ് പറയുന്നത്. ഛേദിക്കേണ്ടത് ഛേദിച്ച് ഒരുങ്ങുക. നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് ഒരുങ്ങാനുണ്ടോ വലുത്? ഫെസിലിറ്റിയില് ഭൂരിഭാഗം ആളുകളും ശുശ്രൂഷന്മാരാണ്. ഒരു ദിവസം 3 പ്രസംഗം ഒക്കെ പ്രസംഗിക്കുന്നുണ്ട്. നല്ല മെസ്സേജുകൾ കിട്ടുന്നുണ്ട്. ഇന്ന് പകലും നല്ല 3 മെസ്സേജ് കിട്ടി. വളരെ ചിന്തനീയമായതും പഠനാർഹമായ മെസ്സേജ് ഇന്ന് കിട്ടി നമുക്ക്. ഇന്നലെ രാത്രി വളരെ മനോഹരമായ ഒരു മെസ്സേജ് കിട്ടി. നമ്മുടെ സഭയെ കുറിച്ചുള്ള ആലോചന പ്രധാനദാസൻ പറഞ്ഞു. ഈ കൊറോണ കഴിയുമ്പോൾ കാർ പാർക്കിന്റെ ഏരിയയിൽ വരെ ആത്മാക്കൾ നിറയണം. എന്ത് ചെയ്യണം? പിടിക്കുന്ന പാത്രം മുഴുവനും നിറയണമെന്ന് വിചാരിച്ചാലും പ്രവചിച്ചാലും ടാപ്പ് അടച്ചിരുന്ന് നിറയത്തില്ല. ടാപ്പിനടി കൊണ്ട് വെക്കാനേ ഉള്ളൂ.
ഇനി ടാപ്പ് തുറന്നാൽ അതിനകത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റാതെ അറിയത്തില്ല. ടാപ്പിന്റെ ബ്ലോക്ക് മാറ്റിയാലും റിസർവോയറിൽ വെള്ളം വേണം. എളുപ്പമല്ല. ഒത്തിരി നമ്മൾ ആലോചിക്കണം, ഒത്തിരി ചിന്തിക്കണം. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഒന്നുമായിട്ടില്ല എന്ന് സമ്മതിക്കുന്നതാണ്. ഞാൻ ഒന്നുമായിട്ടില്ല. കർത്താവ് വിചാരിക്കുന്നതിന്റെ പകുതി പോലും ഞാൻ എത്തിയിട്ടില്ല. എന്നെ കുറിച്ച് കർത്താവിന് ഉന്നതമായ പ്രതീക്ഷകളുണ്ട്. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനുള്ള പ്രതീക്ഷകൾ ഭയങ്കരമാണ്. പ്രസംഗത്തിൽ ഞാൻ ഒരു പ്രസംഗികൻ പറയുന്നത് കേട്ടു. സ്വർഗാരോഹണ സമയത്ത് ഭാവനയാണ്. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഇനി കഴിഞ്ഞ 33 വർഷക്കാലം പലസ്തീനിലുടനീളം സഞ്ചരിച്ച് ലോകത്തിന്റെ വെളിച്ചമായി, പുനരുത്ഥാനമായി, ജീവനായി ഞാൻ പ്രവർത്തിച്ചു. ഇനി ഈ പലസ്തീന് നടക്കാൻ എന്റെ കാലുകളല്ല, നിങ്ങളാണ് എന്റെ കാലുകൾ. ഇവിടെ പ്രവർത്തിക്കുന്നത് എന്റെ കൈകളല്ല, നിങ്ങളുടെ കൈകളാണ്. ഈ ജനത്തോട് സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല, നിങ്ങൾ സംസാരിക്കണം. We are ambassadors of Christ. കർത്താവിന്റെ പ്രതിനിധികളെ നിന്നുകൊണ്ട് സംസാരിക്കാനും പ്രവർത്തിക്കാനും ശുശ്രൂഷിക്കാനും ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസൻ എന്ന് വിളിച്ചാൽ പോലും ചിലർ പിടിക്കാല്ല. നല്ലൊരു വാക്ക് പറഞ്ഞു, എല്ലാവരും ദാസ ദാസ എന്ന് വിളിക്കാൻ തന്നെ. നമ്മൾ എന്നടക്കം ആയെന്ന് വിചാരിച്ച ഭയങ്കര പ്രയാസമാണ്. നമ്മൾ ഒരു അറ്റം പോലും എത്തിയിട്ടില്ല. നമ്മുടെ കയ്യിലിരിപ്പ് വിചാരിച്ച എന്താ മുതലുക. ഇത് മാറണം. ഈ സുവിശേഷത്തിൽ നിന്ന് 3 അധ്യായത്തിൽ നിന്ന് മർക്കോസ് 10:13, ലൂക്കോസ് 21, മത്തായി 24, ഈ 3 അധ്യായങ്ങളിൽ നിന്ന് 3 ആഴ്ചയായിട്ടുള്ള പഠനത്തിനിടയ്ക്ക് നമ്മൾക്ക് രൂപാന്തരം വരണം. വന്നില്ലെങ്കിൽ വരുത്തണം. നമ്മൾ തന്നെ നോക്കണം എവിടേക്കാണ് എനിക്ക് രൂപാന്തരം വരേണ്ടത്. എന്റെ ഈഗോ മരിക്കണം, സ്വയം ചാകണം, ജഡത്തെ ക്രൂശിക്കണം. ക്രിസ്തുവേശുവിന് വേണ്ടിയിട്ട് ശരീരത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. തയ്യാറാണോ നമ്മള്? ആവണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പറയുന്ന പല മെസ്സേജും കുറച്ചുകൂടെ ഷാർപ്പായിട്ടാണ് പറയുന്നത്. എനിക്കറിയാം പലർക്കും രസിക്കത്തില്ല, പലർക്കും എന്നോടാണെന്ന് തോന്നും. എന്നോടാണെന്ന് തോന്നിയത് നമ്മൾ രക്ഷപ്പെട്ടു. പത്രോസ് എഴുന്നേറ്റ് നിന്ന് 11 പേരോടുകൂടി നിങ്ങൾ മരത്തിൽ തറച്ചു കൊന്ന യേശുവിനെ, തൂക്കിക്കൊന്ന യേശുവിനെ ദൈവം മരണവാസങ്ങളെ അഴിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്നാ പറയുന്നത്. ഹൃദയങ്ങളിലല്ല, അവർക്ക് കുത്തുകൊണ്ടെന്നല്ല, ഹൃദയത്തിൽ കുത്തുകൊണ്ട് വ്യക്തിപരമായിട്ട്. നമുക്ക് ഈ ദേവദാസന്മാർ ദൈവനെ സംസാരിക്കുമ്പോൾ ഓരോ വാക്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ കുത്തണം. ഇന്നലെ കേട്ടല്ലോ, ഹൃദയം എന്ന് പറഞ്ഞാൽ വിഷമമുള്ളതാ, ഏറ്റവും വിഷമമുള്ളത്. ഇവനെ കൈകാര്യം എളുപ്പമല്ല. തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു ട്രാക്ട് നിങ്ങൾ കണ്ടാണ്. എന്തെല്ലാം സാധനം ഒന്ന് ചാടിപ്പോകുന്നത്. ലോകത്തിലുള്ള കാട്ടുമൃഗങ്ങൾ മുഴുവനും ഉണ്ട്. എല്ലാം മരണകരമായ ഉപദ്രവകാരികൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഹൃദയം തമ്പിയുടെ ഹൃദയമാണ്. രക്ഷിക്കപ്പെടുന്ന പേരുണ്ട്, പ്രാർത്ഥിക്കുന്ന പേരുണ്ട്, വൈദ്യസ്വം വായിക്കുന്ന പേരുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയം നോക്കി കഴിഞ്ഞാൽ ക്ലിയർ അല്ല. ആണെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു. അവരവർക്കറിയാം, അവരവരുടെ ഹൃദയത്തിന്റെ അവസ്ഥ അവരവർക്കറിയാം. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നമ്മളോട് ഒരാളെന്തെങ്കിലും പറയുമ്പോ നമുക്കത് കേട്ട് മനസ്സിലാക്കാനുള്ള മനസ്ഥിതി അതിന് പകരം ഈ പറയുന്നതിന് എന്ത് ഉത്തരം പറയണമെന്ന് ആലോചിച്ചിട്ടിരിക്കുന്നത്. ഒരാളൊരു കാര്യം പറഞ്ഞാല് അതിന്റെ മുഴുവൻ കാര്യങ്ങൾ കേട്ടെന്ന് ഗ്രഹിക്കാനുള്ള കടമയല്ല, ചിന്തയല്ല. ഇത് കഴിയുമ്പോൾ എന്ത് അങ്ങോട്ട് പറയണം, അതാണ് ചിന്തിക്കുന്നത്. മറ്റാൾ വിചാരിക്കുക ആള് കണ്ണൂർന്ന് കേട്ടോണ്ടേ ഇരിക്കുകയാണ്. ആദ്യം പറഞ്ഞതേ കേട്ടോളൂ, പിന്നെ ഒന്നും കേട്ടില്ല. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശോധന ചെയ്തിട്ട് ദൈവവചനത്തിന്റെ മുമ്പിലേക്കായി വിട്ടുകൊടുക്കണം. ഈ ലൂസിഫറിനെ കുറിച്ച് പറയുമ്പം എസ്കേൽ പ്രവചനത്തില് ഒരു
പ്രയോഗമുണ്ട്. എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. 28-ാം അധ്യായം, എസ്കേൽ 28 വായിച്ച വാക്യം. എസ്കേൽ 28-ാം അധ്യായത്തിൽ അതോ യെശയ്യായിലോ? യെശയ്യാ 14, സോറി, യെശയ്യാ 14. യെശയ്യാ 14 വായിച്ചേ. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. 14-ാം വാക്യം മാത്രം വായിച്ചു. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. കേട്ടോ, എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. പാവണ്ട് പറഞ്ഞതല്ല. അപ്പൊ ഹൃദയത്തിനും പറയാം. അടുത്തിരിക്കുന്ന ആൾ അറിയത്തില്ല, തൊട്ടു മുമ്പിലിരിക്കുന്ന ആൾ അറിയത്തില്ല. പറത്തിൽ ഹൃദയത്തിലായിരിക്കും. ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ പറയുന്നതും പുറത്തു പറയുന്നതും വലിയ അന്തരം വരാൻ പാടില്ല. ചിലപ്പോൾ അന്തരം കണ്ട മനുഷ്യനല്ലേ പ്രത്യേക വ്യത്യാസം കാണും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പ്രൈതലോ ഹല്ലേലൂയ എന്നൊക്കെ പറയുമ്പോഴും നിനക്കിട്ട് ഞാൻ വച്ചിട്ടുണ്ട്, അതുകൊണ്ടുള്ള കാണിച്ചു തരാനായിരിക്കും പറയുന്നത് ഹൃദയത്തില്. നമ്മളുടെ ജീവിതത്തില് ഹൃദയത്തിൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് വിട്ടേറ്റ് നിരത്തി വീണത്, പുറത്തു വന്നിട്ടല്ല. ചുറ്റും ദൂതന്മാർ കെരൂബുകൾ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈനികളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നത് പുറത്ത് കേൾക്കത്തക്കവണ്ണം ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹൃദയത്തിൽ വേറെ പറയുന്നത് എന്താ? ഞാൻ അത്യുന്നതനോട് ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. കണ്ടോ? അതിന്റെ മുകളിലുണ്ട്. ഞാൻ സ്വർഗത്തിൽ കയറും. ഞാൻ സ്വർഗത്തിൽ കയറും. പുള്ളി അതൊന്നും പറഞ്ഞ മനസ്സിൽ വിചാരിച്ചതാ. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരത്തിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. 3 കാര്യങ്ങള് പുള്ളി ഹൃദയത്തിൽ പറഞ്ഞു. പുറത്തെന്താ പറയുന്നത്? കേൾക്കുന്നെന്തുവാ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 ആർത്ത് പറയുക. ഹൃദയത്തിൽ പറയുന്നത് ഞാൻ വഴി കയറും. അപ്പൊ നമ്മൾ ഹൃദയത്തിൽ പറയാൻ പറ്റും. അതുകൊണ്ട് എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്, നീ എങ്ങനെ ജെട്ടായിട്ട് നിലത്ത് വീണു. ചിറക് മറക്കുന്ന കരൂപായിരിക്കുന്ന ലൂസിഫർ വെട്ടേറ്റ് നിലത്ത് വീണു. ഈ നാളുകളിൽ നമ്മളൊരു കാര്യം വളരെ ശ്രദ്ധിക്കണം. എന്താ ഹൃദയത്തിൽ പറയുന്നതെന്ന്. യേശുക്രിസ്തു സുവിശേഷ പലയിടത്തും അവർ തമ്മിൽ പറഞ്ഞു, പുറത്തു പതുക്കെ പറഞ്ഞു, ചിന്തിച്ചു എന്നൊക്കെ പറയുന്നതിനൊക്കെ യേശു എടുത്ത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എക്സ്പോസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. പേടിച്ചിട്ട് നമ്മൾ നല്ല ചിന്തിക്കൂ. അതുപോലെ ഒരു എക്യുപ്മെന്റ് അടുത്തിരിപ്പുണ്ടെന്ന് വിചാരിക്കുക. യേശു അടുത്തുണ്ട്. ഇനി എസ്കേൽ 28-ാം അധ്യായം 15-ഉം 16-ഉം വാക്യം. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു.
നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. ഇത് ദൈവം കണ്ടു. പുറമേ നോക്കുമ്പോ ചിറക് വളർത്തുന്ന മറയ്ക്കുന്ന കരുവ്, പൊന്നുകൊണ്ടും രക്തം കൊണ്ടും തീർത്ത ശരീരം. നമ്മൾ വായിച്ചു നോക്കിയാലേ മനസ്സിലാകും. 13 വാക്യം. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. എന്നുവരെ നിന്നിൽ നീതികേട് കണ്ട നാള് മുതൽ. നീതികേട് എവിടെ കണ്ടു? പുറമെ സകല രത്നങ്ങളാൽ അലങ്കരിച്ചേക്കുക. കാണാൻ ഏറ്റവും സൗന്ദര്യപൂർണനാണ്, മാതൃകാ മുദ്രയാണ്, ഒരു കുറ്റവും പറയാനില്ല. പക്ഷേ നിന്റെ അന്തരംഗം നമുക്ക് ഈ നാളുകളിൽ നാം വളരെ കെയർഫുൾ ആയിരിക്കണം. ദൈവം നോക്കുന്നത് നമ്മുടെ അകമാണ്. ദൈവം നോക്കുന്ന അകം മാത്രമാണ്. അതാണ് ദൈവത്തിൽ പ്രധാനം. അതുകൊണ്ടാണ് പുറമേ കാണുന്നതിനെ കുറ്റം ചാർത്തിയ സാത്താന്റെ അടുക്കൽ യോശുവയെ കുറ്റം പറഞ്ഞപ്പോൾ, അതായത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്ന സാത്താന്റെ അടുക്കൽ ദൈവം പറഞ്ഞെന്തുവാ? ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണല്ലോ, നീ വെറുതെ വിടുവിനെ. മറിയ വിലയേറിയ സ്വച്ഛ ഇടമാശി തൈലം കൊണ്ടുവന്ന് യേശുക്രിസ്തുവിന്റെ കാൽക്കൽ വെച്ച് പൊട്ടിച്ചൊഴിച്ചപ്പോൾ എന്താ ഭർത്താവ്? ഇവിടെ വെറുതെ വിട്. ഓരോരുത്തരും ചെയ്യുന്നതിന്റെ പുറകിലുള്ള ഹൃദയത്തിന്റെ അവസ്ഥ കർത്താവ് കാണുന്നുണ്ട്, നമ്മളുടെയും കാണുന്നുണ്ട്. ദൈവമക്കളെ, വളരെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇത് ഉള്ളതുപോലെ മനസ്സിലാക്കണം. നമ്മൾ ഈ സഭായോഗത്തിലൊന്നും ഇതൊന്നും ചിലപ്പോ പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ഇതിനകത്ത് സൂമിലുള്ളവരെല്ലാം തന്നെ മിക്കവാറും നമ്മുടെ ആളുകളാണ്. യൂട്യൂബിലൂടെയും വാട്സപ്പിലെ കാണുന്നുള്ളൂ, കുഴപ്പമില്ല. പക്ഷെ കണ്ടവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. അപ്പോ അന്തരംഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നമ്മുടെ അന്തരംഗം ഒരിക്കലും സാഹസം കൊണ്ട് നിറയരുത്. നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ഞാൻ ഇന്നലെ ആ കാര്യം എടുത്തു പറഞ്ഞു, നിഷ്കളങ്കത. നമുക്കൊരു നിഷ്കളങ്ക മനസാക്ഷിയുണ്ടോ? നിഷ്കളങ്ക മനസ്സുണ്ടോ? നമ്മൾ ഏതിന്റെ കാര്യത്തിലും വി ആർ ട്രൈങ് ടു റീഡ് ബിറ്റ്വീൻ ലൈൻസ്. എന്തോ പറഞ്ഞാൽ അതിലിടയ്ക്ക് നമ്മൾ വായിച്ചു നോക്കും. അതുകൊണ്ട് പെന്തിക്കോസ്തുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരെന്തും വ്യാഖ്യാനിക്കാൻ മിടുക്കരാണ്. എന്ത് കിട്ടിയാലും വ്യാഖ്യാനിക്കും. വേദസ്ഥം കിട്ടിയാലും വ്യാഖ്യാനിക്കും, നമ്മളെന്തെങ്കിലും പറഞ്ഞാലും വ്യാഖ്യാനിക്കും. കുഴപ്പമെന്നു പറയാം. ഉണ്ടാകുമ്പോൾ എഴുതി while reading the lines, and while reading in between the lines, they forget to read what is written in the line. ഈ വരികളുടെ ഇടയ്ക്ക് വായിക്കാനുള്ള ധൃതി കാരണം വരിയിൽ എന്താണെന്ന് മറന്നു ഒന്ന് വായിക്കാനൊന്നും. നമ്മുടെ സ്വഭാവം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വി ആർ റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് ഓൾവേസ് ഓൾവേസ് ഓൾവേസ്. ഒരാൾ നിഷ്കളങ്ക മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥം നമ്മൾ കാണും. എന്നാലും അവനൊരു ആപ്പ് വെച്ചാൽ സംസാരിച്ച് പൂള് വെച്ചാൽ സംസാരിച്ച് അവിടെ ആഴമണ്ടൻ അവർ എന്തെങ്കിലും പറഞ്ഞാണ്. ഇനി സംസാരിച്ചാൽ തന്നെ എന്നാ കുഴപ്പം? അവൻ പറയട്ടെ. ശിവയെ വന്നിട്ട് രക്തപാതക, ദാവീദിനെ വിളിക്കുക രക്തപാതക, നീജ, നീ ശപിക്കപ്പെട്ടവനാണ്. ദാവീദ് എന്നാ പറഞ്ഞേ? അവൻ ശപിക്കട്ടെ എന്നേ. കൂടെയുള്ള യോവം വീരന്മാരായ അവരെല്ലാരും ചേർത്ത് ചോദിച്ചു, ഇവന് വെട്ടിക്കളയട്ടെ, ഒറ്റ വീട്ടിന് കഴുത്ത് കളയട്ടെ എന്ന് ചോദിച്ചു. ദാവീദ് യേസ് എന്ന് പറഞ്ഞാൽ മതി, ആ സെക്കൻഡ് തല ഉരുളും. ദാവീദ് പറഞ്ഞു അവൻ ശപിക്കട്ടെ, പക്ഷേ അവന്റെ ശാപം യഹോവ അനുഗ്രഹമാക്കി തീർക്കും. നമ്മളൊക്കെ അനുഗ്രഹം പ്രാപിക്കാനും അനുഗ്രഹിക്കാനും വിളിക്കപ്പെട്ടവരായതുകൊണ്ട്
ശപിക്കട്ടെ. അന്തരംഗം സാഹസം കൊണ്ട് നിറഞ്ഞു. അപ്പൊ കർത്താവ് വരുന്ന നാഴിക അറിയാത്തത് കൊണ്ട് ഉണർന്നിരിപ്പീൻ, ഒരുങ്ങിരിപ്പീൻ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, നമ്മളുടെ ഫുൾ പ്രിപ്പറേഷൻ it is not knowing the Bible, it is not knowing the church. എക്ലീഷ്യ തൊട്ട് പുതിയ നിയമസഭ വരെയുള്ള സാർവത്രിക അപ്പോസ്തലിക സഭകളെ കുറിച്ചുള്ള പഠനമല്ല. ടു നോ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ. പൗലോസ് പറയുന്നു, അവനെ അറിയേണ്ടതിന് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ കർത്താവ്, ഈ താണരൂപം എടുത്ത കർത്താവ്, ഭൂമിയിലേക്ക് വന്ന ദൈവം, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ നമുക്കെങ്ങനെ ഈ സമത്വം ഉണ്ടായിരുന്നെന്ന് ആലോചിച്ച് നോക്കി. അതുപോലുള്ളൊരു കർത്താവിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ ദിവസങ്ങളില് നമ്മുടെ പഠനം അനേക ദൂതുകൾ നമ്മൾ കേട്ടു, ഇനി കേൾക്കാൻ പോവാ. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി പോകരുത്. നമുക്ക് ലാഭമാകണം. അതിന് നമ്മൾ അന്തരംഗം ശോധന ചെയ്യണം, നമ്മളെ തന്നെ ശോധന ചെയ്യണം. തിരുവത്താഴത്തിന് മുമ്പിലല്ല, സദാ ദിവസവും മനസ്സ് പുതുക്കി, ദിനംതോറും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ഇനി ഇന്നത്തെ ഈ പറഞ്ഞ തോട്ടിന്റെ മുമ്പ് 43, 44, 45 വാക്യങ്ങൾ ചേർത്തുകൊണ്ട് 25-ാം അധ്യായത്തില് സ്തോത്രം കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 5 ഉപമകള് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്. 5 പറഞ്ഞിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വായിക്കാം. മത്തായിയുടെ 25-ാം അധ്യായം 11 വരെയുള്ള വാക്യം, 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, 5 മുതൽ 13 വരെ. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്നുത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നും പറഞ്ഞു. ഇതിന്റെ സന്ദർഭം 1-ാം വാക്യത്തിലുണ്ട്, 25-ന്റെ 1. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാണ്. ഈ ഉപമയാണ് നമ്മൾ കേട്ടത്, അതിന്റെ ചരിത്രമാണ് നമ്മൾ കേട്ടത്. ഇത് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഉപമയാണ്. ദുബായിയെ കുറിച്ചോ അമേരിക്കയെ കുറിച്ചോ കാനഡയെ കുറിച്ചോ ബ്രിട്ടനെ കുറിച്ചോ ഒന്നുമല്ല. നമ്മുടെയൊക്കെ സ്വർഗം അതാണെങ്കിൽ അതല്ല. ഇവിടുത്തെ സ്വർഗം വേറെയാണ്. അപ്പോ ആ സ്വർഗത്തെ കുറിച്ചുള്ള ഉപമ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടം വരും. ഇത് ലൈഫ് ആൻഡ് ഡെത്ത് പ്രോബ്ലം ആണ്. നമ്മളിത് വായിച്ചു വിട്ടുകൊണ്ട് പോരാ, വായിച്ചിട്ട് ഗ്രഹിച്ചിട്ട് ജീവിതത്തിലേക്ക് പകർത്തണം. സ്വർഗരാജ്യം സദൃശ്യം എന്നാ പറഞ്ഞേക്കുന്നത്. എന്നോട് പറഞ്ഞു, എന്തിനോട് സദൃശ്യം എന്ന് വായിച്ചേ. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. നമുക്കൊക്കെ ഈ കല്യാണത്തിന്റെ കൂടുതൽ ഫ്ലവർ ഗേൾസ് എന്ന് പറഞ്ഞ ചിലരുണ്ട്. ഫ്ലവർ ഗേൾസ് ബ്യൂട്ടീഷ്യൻ പ്രത്യേകം അവരെ വിളിച്ച് രാവിലെ വരാൻ പറയും. നിങ്ങൾക്ക് ഉറക്കത്തിന് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ച് ഒരേ കളർ ഉടുപ്പ് കടിക്കും, ഒരേ ടൈപ്പ് ഫ്ലവർ ബേസ് കൊടുക്കും, ചെരുപ്പും തലയൊക്കെ ഒരേപോലെ. എന്തോരം പാട് കഴിക്കുന്നുണ്ടെന്നറിയാമോ?
ഇതുപോലെ പഴയ പുതിയ നിയമകാലത്ത് യഹൂദന്മാരുടെ വിവാഹത്തിന് മണവാട്ടിയുടെ അടുത്തേക്ക് മണവാളൻ വരുമ്പോൾ മണവാളനെ സ്വീകരിച്ചു കൊണ്ടുപോകാനായിട്ട് ചില കന്യകമാരെ സെലക്ട് ചെയ്യും. അമ്മാച്ചന്റെ മോള് കാണും, നാത്തവും കാണും, ഇന്നാരുടെ മോള് കാണും. പ്രീഡിയിൽ അവളെ വിളിക്കുക, MBS വിളിക്കുക, ഇവിടെ വിളിക്കുക, സ്കൂളിൽ പോകണമെങ്കിൽ കാണാൻ കൊള്ളാം മറ്റുള്ള വിളിക്കുക, കൊള്ളാവുന്ന ഒരു 10 എണ്ണത്തിന് സംഘടിപ്പിക്കും. ഇന്ന് നടക്കുന്ന കാര്യമാ. അതുപോലെ തന്നെ ഒരുമാതിരി ക്യൂട്ടായിട്ടുള്ള പിള്ളേരെ എവിടെ ഉണ്ടെങ്കിലും ഭയങ്കര ഡിമാൻഡാണ്. ഇത് കഴിഞ്ഞാൽ എങ്ങാണ്ട് കല്യാണത്തിന് പോയിട്ട് പിള്ളേര് കല്യാണത്തിനല്ല VIP റിസീവ് ചെയ്യാൻ പോയിട്ട് പിള്ളേര് VIP വന്നു പോയി, പിള്ളേരൊക്കെ പോകാൻ പറ്റുന്നില്ല. ആ ഒരു ആവശ്യത്തിന് വിളിച്ച ഒരുക്കാണ്. എന്ന് പറയുന്ന പോലെ കത്തോലിക് ഈ യഹൂദന്മാരുടെ കല്യാണത്തിന് വിവാഹത്തിന് മണവാളനെ സ്വീകരിക്കാനായിട്ട് സ്തോത്രം കന്യകമാരായ സ്ത്രീകളെ ഒരുക്കി നിർത്തുമായിരുന്നു. താലമൊക്കെ പിടിച്ച് നിർത്തും. ഈ ഉമയിൽ 10 കന്യകമാരുണ്ടായിരുന്നു, 10 സ്ത്രീകൾ. അവരോട് സദൃശ്യമാണ് സ്വർഗരാജ്യം. അവിടെ അതിന്റെ രഹസ്യം കിടക്കുന്നത്. ഈ 10 കന്യകമാര് ഞാൻ വിചാരിക്കുന്നത് ഇവരെ സെലക്ട് ചെയ്തപ്പോൾ ഇവർക്ക് നറുക്ക് വീണപ്പോൾ തുണിക്കടയിൽ പോയി കാണും. ശിമാട്ടി പോയി എല്ലാവരും ഒരുപോലെ സാരി മേടിച്ചു, ചെരുപ്പ് മേടിച്ചു, തലയിൽ കുത്തുന്ന സാധനം മേടിച്ചു, എന്തൊക്കെയാണോ അതെല്ലാം മേടിച്ചു. അത് കഴിഞ്ഞപ്പോ AKP അടുത്ത് പോയിട്ട് നല്ല വിളക്ക് നോക്കി 10 വിളക്കും മേടിച്ചു. എല്ലാവരും കച്ചവടത്തിൽ നിന്ന് താമസിക്കുന്ന സാധനങ്ങൾ മേടിച്ച് വീട്ടിലോട്ട് മടങ്ങി. എന്തിനാ? കല്യാണത്തിന് എടുക്കാൻ പോവാ. കല്യാണ ദിവസം വന്നു. കാലത്തെ ഒരു സ്ഥലത്തുകൊണ്ട് മണവാട്ടി ഒരുങ്ങുമ്പോ തന്നെ ഇവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. മണവാട്ടിയെക്കാളും കൂടുതൽ ഒരുക്കായിരിക്കും ഇവർക്ക്. ചിലപ്പോ ചോദിക്കുമ്പോ പറയും ഞാൻ കല്യാണത്തിന് ഒരുങ്ങുക, മണവാട്ടിയുടെ തോഴിയാ. പണ്ട് ഈ മൊബൈൽ ഫോൺ നോക്കിയ ഇറങ്ങിയിരുന്ന കാലത്ത് റിലയൻസിന്റെ ഫോൺ ഇറങ്ങി. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു നീല ലൈറ്റ് കത്തും. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു നീല ലൈറ്റ് കത്തും. നിങ്ങൾക്കുണ്ടായിരുന്നായിരിക്കാം. നീല ലൈറ്റ് മാത്രമല്ല, എത്ര ദൂരെ നിന്നും കാണാം. ഒരു ഇഷ്ടിയുടെ വലുപ്പമുണ്ട്. ഒരാളുടെ ഉണ്ടായിരുന്നു നോക്കിയല്ല, വേറൊരു ഫോൺ ഉണ്ടായിരുന്നു, പേര് ഞാൻ പറഞ്ഞു. ഈ ചെറിയ ഫോൺ കിട്ടാനുണ്ട്. പക്ഷെ ഈ പുള്ളി ഇത് മേടിച്ചു. ചോദിച്ചപ്പോ പറഞ്ഞു രാത്രി കൺവെൻഷന്റെ ഒക്കെ പോകുമ്പോ ഇതും കൊണ്ട് നടക്കുന്ന ഒരു ക്യാമറ ഉണ്ടെന്ന്. കാരണം ഇത് കത്തുന്ന കണ്ടു കഴിഞ്ഞാൽ 7 മൈൽ അകലെ കാണാം കോള് വന്നാണ്. അപ്പൊ നമ്മളെ തന്നെ കാണിക്കാനായിട്ട് ഒത്തിരി മാർഗങ്ങളുണ്ട്. എന്നുമുണ്ട്. ഏതായാലും ഈ 10 കന്യകമാർ ഒരുങ്ങി രാവിലെ എല്ലാം സാരി എടുത്ത് പൂവൊക്കെ വെച്ച് അല്ലെങ്കിൽ ചെരുപ്പൊക്കെ ഇട്ട് തലയിൽ ഇതിട്ട് ചുണ്ടത്തിൽ ലിപ്സ്റ്റിക് ഇട്ട് ഫേസ് പൗഡർ ഇട്ട് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ലിസ്റ്റ് ഒരു ഭയങ്കര ലിസ്റ്റ് കൂടി പറയുന്നില്ല. ഇതെല്ലാം ഇട്ട് 2 മണിക്കൂർ ഒരുങ്ങി കല്യാണത്തിന് പോയി. പക്ഷേ മണവാളൻ ഒത്തിരി ദൂരെ എന്ന് പറയണം. നമ്മുടെ അവിടെ ചില കല്യാണത്തിന് വേണ്ടി ഞാനും ഭാവിച്ചാലും കാത്തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മണി 12 ആകുമ്പോൾ പറയുന്ന ആള് കായംകുളത്ത് എത്തിയുള്ളൂന്നാ. ഞാൻ ഭാവിച്ച ഒന്ന് വിളിച്ചു നോക്ക്. അപ്പോഴാ പറയുന്നത് ആലപ്പുഴ എത്തിയെന്ന്. ഇപ്പൊ മണി 11 അപ്പൊ ഇത് പുള്ളി എന്റെ വളരെ ദൂരത്തുനിന്ന് വരണമെന്ന് തോന്നി മണവാളൻ. ഏതായാലും മണവാളൻ ദൂരത്തു നിന്ന് വന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ആത്മീയ മണവാളനായ ക്രിസ്തു വരുന്ന അടുത്ത വീട്ടിൽ നിന്നല്ല. കോടാനുകോടി കോളങ്ങളെ താണ്ടി ആകാശമേഘങ്ങളെ വാഹനമാക്കി തേജസ്സോടുകൂടി മനുഷ്യപുത്രം വരികയാണ്. ഈ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ സംഭവമായിരിക്കും അത്. എങ്ങനെയാ വരുന്നത്? തെസ്സലോനിക്ക ലേഖനത്തിനകത്ത് അതിന്റെ ഒരു പിക്ചർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ലേഖനത്തിൽ അതിന്റെ ഒരു അംശം കൊടുത്തിട്ടുണ്ട്. ഒരു ലേഖനം 15-ാം അധ്യായം 51-52. ഒന്ന് കൊരിന്ത്യർ 15-ാം അധ്യായം 51-52. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം.
നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. മതി, എത്ര മതി, വാക്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു കണ്ണിമയ്ക്കുന്നതിനിടയിൽ നടക്കുന്ന കാര്യമാണ്. സമയം കിട്ടത്തില്ല. ഇപ്പൊ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. ഇതിനകത്ത് തെളിവുകൾ ഒരുപാടുണ്ട്. നമ്മള് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല. അത് തന്നെ രണ്ടാമത്തെ കാര്യം. കർത്താവിന്റെ വരവ് പ്രതീക്ഷിച്ചതുപോലെയല്ല, പ്രതീക്ഷിക്കുന്ന സമയത്തും അല്ല. പെട്ടെന്ന് വരുന്നതിന് ഉണർന്നിരിപ്പീൻ, നിലച്ചിരിയാത്ത നാഴികയിൽ വരുന്നതിന് ഉണർന്നിരിപ്പീൻ. അപ്പൊ കർത്താവ് എപ്പോഴാ എന്നെ അറിഞ്ഞൂടാ? പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ. ഈ കണ്ണി ചിമ്മുന്നതിന് മുമ്പ് രൂപാന്തരം കഴിയും, ഉയർപ്പും കഴിയും. എന്നാലോചിച്ച് നോക്കിയേ. നമ്മൾ സൂം കേട്ടിരുന്നാ മതിയോ? പോരാ. ഇപ്പൊ കാഹളം വന്നാൽ ഇപ്പൊ പോകണം. നാളെ അവിടെ പോയി പ്രസംഗിക്കാം നമുക്ക്. We should be very concerned about our future. എന്നിട്ട് പെട്ടെന്ന് കാഹളം ധനിക്കും. ഒന്നുകൂടെ വായിച്ച വാക്യം. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഇത് മിസ്റ്ററി, സീക്രട്ടാണ്. വലുത് പറയുന്നു, ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. ആ അർത്ഥത്തിൽ അത് ഇവിടെ നിൽക്കുന്നത്. പറഞ്ഞെടുക്കുന്ന കാര്യം എന്ന അർത്ഥത്തിലല്ല. ഒരു രഹസ്യം ഞാൻ നിന്നോട് പറയാം. നമ്മൾ ആ രഹസ്യം കേട്ടവരാണെങ്കിൽ ഒരു സ്തോത്രം പറയാമോ? പറയുന്നല്ലോ. എന്താ രഹസ്യം? അടുത്ത വാക്യം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് ഓരോ താമസിക്കുന്ന മുമ്പ് നമ്മൾ മരിച്ചെങ്ങാനും പോവുകയാണെങ്കിൽ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കാൻ. ഈ ക്ഷയമുള്ള ദ്രവത്വമുള്ള ശരീരത്തെ മാറിയിട്ട് ഒരു അദ്രവത്വം ധരിക്കണം. ഇമോർട്ടൽ ആയിട്ടുള്ള ഒരു ബോഡി വേണം നമുക്ക്. ഇമോർട്ടൽ ബോഡി അല്ല. നമ്മളുടെ ഈ ബോഡി ഈ മോർട്ടലായിട്ടുള്ള ശരീരം, ഈ കൈയും ഈ കാലും ഇമ്മോർട്ടൽ ആവുന്ന ഉറപ്പുണ്ടോ? അക്ഷയരായി കർത്താവ് താമസിക്കുന്നെങ്കിൽ മരിച്ചിട്ട് അല്ല, ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് രൂപാന്തരപ്പെടും. കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടും. നമ്മളിപ്പോ തന്നെ ഞാനിത് പറഞ്ഞു പോയിട്ട് 50 പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. അത്ര സമയമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ ഭയങ്കര ഗൗരവമുള്ള കാര്യമാണ്. നമ്മളൊന്നും എത്തേണ്ടത് എത്തിയിട്ടില്ലെങ്കിൽ എത്തണം. എന്തിനാ നമ്മൾ ജീവിക്കുന്നത് മനസ്സിലാക്കണം. എന്തിനാ രക്ഷിക്കപ്പെടുന്നത് മനസ്സിലാക്കണം. എന്തിനാ പെന്തിക്കോസ്തായെന്ന് മനസ്സിലാക്കണം. എന്തിനാണ് കാല് തുറച്ചത്, എന്തിനാണ് കണ്ണു തുറച്ചത്, കഴുത്ത് തുറച്ചത്, എന്തിനാണ് മുങ്ങിയത്, എന്തിനാണ് പൊങ്ങിയത് മനസ്സിലാക്കണം. ഇത് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 തീർന്നു, തീരും. ഇപ്പൊ തന്നെ പകുതി കഴിഞ്ഞിരിക്കുക, തീരും. പെട്ടെന്ന് കാഹളം ധനിക്കും, കണ്ണിമയ്ക്കുന്നതിനിടയിൽ കാഹളം ധനിക്കും. നാം രൂപാന്തരപ്പെടും, മരിച്ചവർ അക്ഷയരായി ഉയർത്തി നിൽക്കും. ഇതിനെ ഡിസ്ക്രിപ്റ്റീവായിട്ട് വളരെ വിവരിച്ച് പറഞ്ഞിരിക്കുന്നതാണ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. നമ്മൾ സൂമിന് മുമ്പിൽ ഇരിക്കാനുള്ളവരല്ല,
നമ്മൾ കർത്താവിനോട് ഇരിക്കാനുള്ളവരാണ് എന്ന് എപ്പോഴും ആ ദിവസവും ആ സമയവും ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ശരീരത്തിലല്ല, തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തിൽ, ഇമോർട്ടലായിട്ടുള്ള ശരീരത്തിൽ ഈ സകല വേദനയും പ്രയാസങ്ങളും മാറും, എന്നേക്കുമായിട്ട് മാറും. അതിനുവേണ്ടി നമ്മളെ തെരഞ്ഞെടുത്തേക്കുക. 10 കന്യകമാരെ തെരഞ്ഞെടുത്ത പോലെ നമ്മളെ എലക്ട് ചെയ്തേക്കുക. നമ്മുടെ കുടുംബക്കാരെ മുഴുവനും നോക്കി, പരിചയക്കാരെ മുഴുവനും നോക്കി, കൊള്ളാവുന്നവരെ കണ്ടിട്ടാണ്. കാലില്ലാത്തവന് കയ്യില്ലാത്തവനെ എടുക്കുകയില്ല, കോമണ്ണികൾ എടുക്കുകയില്ല, പതിഞ്ഞു മൂക്കുള്ളതിനെ എടുക്കത്തില്ല. ജീവിതത്തില് ഈ കാഴ്ചക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ എടുക്കത്തില്ല. നീയൊക്കെ ബ്ലെയിംലെസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനെ 10 കന്യകമാരെ തെരഞ്ഞെടുത്തിട്ട് മണവാളിനെ എതിരേൽക്കാനായിട്ട് ഇവര് പുറപ്പെടുമ്പോൾ പെട്ടെന്ന് കാഹളം ധ്വനിക്കും. അതാണ് 25:6. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പ് വിളി ഉണ്ടായി. കണ്ടോ, അർദ്ധരാത്രി ആയപ്പോൾ മണവാളൻ വരുന്നു. കാലത്തോട്ട് കാത്തിരിക്കുക. കാത്തിരുന്ന് ഉറക്കമായി. അർദ്ധരാത്രി മണവാളൻ വന്നു. എതിരേൽപ്പാൻ പുറപ്പെടുവീൻ ഒരു അറിയിപ്പുണ്ടായി. പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. ആ ആർപ്പുവിളിയാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അപ്പൊ കർത്താവ് ഇറങ്ങി വന്നേക്കുന്നത്, നമ്മള് ഇറങ്ങി വരുന്നത് ദൈവത്തെ സ്തോത്രം ഒരു പ്രത്യേക നിലപാടിലാണ് ഇറക്കിയവര്. ദൈവത്തെ സ്തോത്രം. അതായത് പഴയ നിയമം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം തൊട്ട് കാഹളങ്ങൾ കാണുന്നു. 2 കാഹളം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടിപ്പ് മുനയായി വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കണം. ഒന്നിന്റെ പേര് ഗംഭീരധ്വനി, ഒന്ന് സാധാ ഒരു കാഹളം. സാധാ കാഹളം ഊതുമ്പോൾ സഭയെ ഒന്നിച്ചു കൂട്ടണം. സംഖ്യാപുസ്തകത്തില് 10-ാം അധ്യായത്തിലാണ്, 10-ാം അധ്യായം 2 മുതല്. വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അടിപ്പ് പണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിപ്പാനും ഉതകണം. കാഹളത്തിന്റെ പ്രത്യേകത ഇതാണ്. 1 സഭയെ വിളിച്ചു കൂട്ടാൻ, 2 സഭയ്ക്ക് പുറപ്പെടുവിക്കാൻ. കാഹളം വിളിച്ചു കൂട്ടാൻ, ഗംഭീരധ്വനി പുറപ്പെടുവിക്കാൻ. കാഹളം കേൾക്കുമ്പോൾ കൂടണം, ഗംഭീരധ്വനി ഊതുമ്പോൾ പുറപ്പെടണം. ഇതാണ് കാഹളത്തിന്റെ ഉദ്ദേശം. ഇനി കാഹളത്തിന് വേറൊരു പർപ്പസും കൂടി ഉണ്ട്. അതായത് അവിടെ 9-ാം വാക്യം ഒന്ന് വായിക്കേ. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളമൂതണം. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നിങ്ങൾ ഗംഭീരധ്വനിയായി കാഹളം ഊതണം. വിളിച്ചു കൂട്ടാൻ ഒരു കാഹളം, 2 കാഹളം ഉണ്ടാക്കണം. ഒരു കാഹളം വിളിച്ചു കൂട്ടാൻ, ഗംഭീരധ്വനി പുറപ്പെടുവിക്കാൻ. യുദ്ധത്തിന് പോകുമ്പോൾ പുറപ്പെടുവിക്കാൻ ഗംഭീരധ്വനി. അപ്പൊ ഗംഭീരധ്വനി 2 പ്രാവശ്യം മുഴക്കാം. ഒന്ന് പാളയം പുറപ്പെടുമ്പോൾ, 2 യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ. ഈ 2 സമയത്താണ് ഗംഭീരധ്വനി ഊതേണ്ടത്. കാഹളം ഊതേണ്ടത്, സാധാരണ കാഹളം ഊതേണ്ടത് ജനത്തെ വിളിച്ചു കൂട്ടാൻ.
Praise God. ഇനി രാജാക്കന്മാരുടെ കാലത്ത് വന്നപ്പോ ശൗലിന്റെ കാലം തൊട്ട് യുദ്ധത്തിൽ കാഹളം ഉപയോഗിക്കാൻ തുടങ്ങി. യോവാബ് മുതലായ പടനായകന്മാർ കാഹളം ഊതി നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് ന്യായാധിപന്മാരുടെ കാലം വന്നപ്പോൾ ഊതി, പക്ഷെ വിളിച്ചു കൂട്ടാനായിരുന്നു മാത്രം കാഹളം ഊതിയത്. യുദ്ധന്റെ കാലത്ത് കാഹളം ഊതി, എരിഹോക്ക് ചുറ്റും കാഹളം ഊതി. അതല്ല, ഇത് യുദ്ധത്തിൽ കാഹളം ഊതാൻ തുടങ്ങിയത് എപ്പോഴാണെന്നറിയാമോ? ഇസ്രായേൽ 12 ഗോത്രങ്ങളിൽ നിന്നുള്ളവരെ യുദ്ധത്തിൽ വിളിച്ചു കൂട്ടാനായിട്ട് ഒരു കാഹളം. ഇതെല്ലാവരും വന്നുകൂടി ആയുധധാരികളായി നിന്ന് കഴിഞ്ഞാൽ ഗംഭീരധ്വനി ഊതും. ഗംഭീരധ്വനി ഊതുമ്പോൾ പുടക്കി പുറപ്പെടുകയായി. അക്രമമാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിച്ചാൽ മതി. എന്നിട്ട് ഇനി നമ്മള് വായിച്ച ഭാഗം ഒന്നുകൂടെ വായിക്കാം. തെസ്സലോനിക്ക ലേഖനം 4:16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇപ്പൊ കർത്താവ് ഇറങ്ങി വരുന്നത് ഗംഭീരനാദത്തോടെയാണ്, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെയാണ്, ദൈവത്തിന്റെ കാഹളത്തോടെയാണ്. 3 കാര്യങ്ങൾ നടക്കും. ഒന്ന്, ഗംഭീരനാദത്തോടെ. ഗംഭീരനാദം എന്ന് പറയുന്നതിന്റെ ഒറിജിനൽ നോക്കിയാല് കമാൻഡിങ് വോയിസ്, കമാൻഡ്. പതുക്കെ പുറപ്പെടാന്ന് പറയല്ല, പുറപ്പെടാ എന്ന് പറയുന്നത്. പക്കട വെടി എന്ന് പറയുന്ന പോലെ അങ്ങ് കൽപ്പിക്കുകയാണ്, അധികാരത്തോടെ ഷൗട്ട് ചെയ്യുകയാണ്. ഷൗട്ടിങ് വിത്ത് എ ലൗഡ് വോയിസ് എന്ന് പറയുന്നത് ഗംഭീരനാദം. എവിടുന്ന? കർത്താവിന്റെ ശബ്ദമാ. എന്തിനാന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 11:43 വാക്യം വായിച്ചേ. യോഹന്നാൻ 11:43. ഇങ്ങനെ എന്ന് ഉറക്കെ വിളിച്ചു. എല്ലാം പറഞ്ഞിട്ട് ഇവര് വിശ്വസിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് സ്വർഗത്തോട്ട് നോക്കി കർത്താവ് ഉറക്കെ വിളിച്ചു, ലാസറേ പുറത്തു വരിക. ലാസർ, അടുത്ത വായിച്ച്. മരിച്ചവൻ പുറത്തു വന്നു. ആ നിമിഷം വരെ ആദാമിന്റെ കാലം തൊട്ട് വിശ്വാസത്താൽ മരിച്ച സകലരും ഉയർത്തെഴുന്നേൽക്കത്തക്കോണം കർത്താവിന്റെ ഒരു വിളിയുണ്ട്. ഇവിടെ കയറി വരികയും ആ ശബ്ദത്തിന് മുമ്പ് മരിച്ചവർ ഉയർത്തും. ദൈവമക്കളെ, നമുക്ക് വേണ്ടി ആ ശബ്ദം ഉയരാൻ പോകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മരിച്ചിട്ടാണെങ്കിൽ ആ ശബ്ദം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. അടുത്തെന്തുവാ? ദൈവത്തിന്റെ ഗംഭീര ശബ്ദത്തോടും. അതിന്റെ അടുത്തൊന്ന് വായിക്കാൻ. ഗംഭീരനാദത്തോടും ഷൗട്ടോടുകൂടി. പിന്നെ പ്രധാന ദൂതന്റെ ശബ്ദം. പ്രധാന ദൂതന്റെ ശബ്ദം. പ്രധാന ദൂതൻ ആരാന്നറിയാമോ? മിഖായേൽ. എപ്പോ വായിക്കുന്നു? മിഖായേലിനെ കുറിച്ച് വായിക്കുന്നത് ഗബ്രിയേൽ ദൈവദൂതൻ മെസഞ്ചറാണ്, സന്ദേശവാഹകനാണ്. ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ 1-ാം ദിവസം തന്നെ മറുപടി പുറപ്പെട്ടതാ. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം 1-ാം ദിവസം തന്നെ കൊടുത്തു. പക്ഷേ അത് പാർശ്യ രാജ്യത്തിന്റെ പ്രഭു, സ്തോത്രം, പാർശ്യ രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം തടുത്തു വെച്ചു. 20 ദിവസം കഴിഞ്ഞപ്പോൾ വായിച്ചേ. 10:13. ദാനിയേൽ 10:13. ദാനിയേൽ പ്രവചനം 10:13. രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു.
അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ചു. നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ 21 ദിവസം കഴിഞ്ഞപ്പോൾ പ്രധാന ദൂതനായിരുന്ന മിഖായേൽ വന്നപ്പോൾ അവൻ ഞാൻ പാർസി രാജ്യത്തിന് അരികെ വിട്ടേച്ച് നിന്നെ ഗ്രഹിപ്പിക്കാൻ വന്നിരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ 21 ദിവസം നമ്മുടെ ഉപവാസം കഴിയുമ്പോൾ പ്രധാന ദൂതനായ മിഖായേൽ വന്ന് നിന്റെ മറുപടി, നിനക്കുള്ള മറുപടി കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചിട്ട് സ്തോത്രം ചെയ്യാം. ഇത് തടുത്തു വെക്കാൻ സാധ്യമല്ല, 21 ദിവസത്തിനപ്പുറത്തേക്ക് ഇത് പോകാതെ കൊണ്ട് ദാനിയേലിന് മറുപടി കൊടുത്ത ശക്തനായ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടിയും ചലിക്കും. ഇത് അതുകൊണ്ടാണ് പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ മിഖായേൽ എങ്ങനെ പാർസി രാജ്യത്തിന്റെ പ്രഭുവിനെ എൻഗേജ് ചെയ്യാൻ വന്നു, അതുപോലെ ദൈവത്തിന്റെ ശബ്ദത്തിൽ ഇവിടെ കയറി വീഴുന്നതിന്റെ ശബ്ദത്തിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. പക്ഷെ ഒടുക്കത്തെ ശത്രുവായിരിക്കുന്ന മരണം വിടുകയില്ല, അടുത്തു വയ്ക്കും, പിടിച്ചു വയ്ക്കും. അന്നേരം മിഖായേൽ വന്നിട്ട് മരണത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എന്നെയും മരണത്തിന്റെ അധികാരി എത്ര വിചാരിച്ചാലും തടുത്തു വെക്കാൻ കഴിയാതെ വിടുവിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൂതന്റെ ശബ്ദത്തോടെ. അടുത്തത് ദൈവത്തിന്റെ കാഹളത്തോടെ. മൂന്നാമത് ദൈവത്തിന്റെ കാഹളം. എന്തിനാ? സഭയെ ഒന്നിച്ചു കൂട്ടാൻ, മരിച്ചവരെ പുറപ്പെടുവിക്കാൻ, ജീവനുള്ളവരെ രൂപാന്തരപ്പെടുത്താൻ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അത് നമ്മുടെ ജീവിതത്തില് ദൈവം പ്രവർത്തിച്ചിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ദൈവത്തിന്റെ ദിവസം ആ ദിവസം കള്ളനെ പോലെ വരും. ആ ദിവസം കള്ളനെ പോലെ വരും. പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ 3 കാഹളം ധ്വനിക്കുന്നത്, 3 ശബ്ദവും വരുന്നത്. കാഹളമില്ല, 3 ശബ്ദവും ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുവിക്കും. ഇവിടെ കയറി ശബ്ദം പുറപ്പെടുവിക്കും. ദൈവത്തിന്റെ കാഹളം വിളിച്ചു കൂട്ടും. മിഖായേൽ ഒടുക്കത്തെ ശത്രുവായിട്ട് ഇതുവരെ തടുക്കുന്നവനെ ഇടിച്ച് എൻഗേജ് ചെയ്യും. അപ്പോ ഇത്രയൊക്കെ ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവത്തെ നമ്മൾ ഇങ്ങനെ സേവിച്ചാൽ മതിയോ? ഇത് മതിയോ? അല്ലെങ്കിൽ മതി, പോരാ. നമ്മൾ വളരെ വളരെ ഗൗരവമുള്ളവരായിരിക്കണം. കർത്താവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ച് അരിച്ചു കുറുക്കി പഠിച്ചിട്ട് ഇവിടെ കെട്ടുപോകാനല്ല, ഇവിടുന്ന് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിന് അടിമുടി മാറ്റം ഉണ്ടാകണം. എന്തൊക്കെയാണെന്ന് നമുക്കറിയാം, എവിടെയൊക്കെ മാറണം നമുക്കറിയാം, ഏതെല്ലാം സ്വഭാവം മാറണം നമുക്കറിയാം. ജഡത്തിന്റെ പ്രവൃത്തികളൊക്കെ പട്ടിക വ്യവസ്ഥയുണ്ട്. അതിന് മാറ്റം വരണം. നമ്മളിങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അന്വേഷണം പറഞ്ഞ് ദിവസങ്ങൾ ആഴ്ച പോകാനല്ല. ഇങ്ങനെ 12 ആഴ്ച കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ സൂം ഒരു പരിചയമായി. അടുത്ത ഞായറാഴ്ച സൂം ഉണ്ടാവും. കുളിച്ച് സൂമിലിരിക്കാം, പ്രത്യേകം ചോറുണ്ണാം, പിന്നെ ഇങ്ങനെ തുടങ്ങാം. ലൈഫ് സ്റ്റൈലേ മാറിപ്പോയി. പണ്ടൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച കാലത്ത് തന്നെ വെളുപ്പിനേക്കും പോയി, ഒന്നുമില്ലെങ്കിൽ സഹോദരിമാരെ എഴുന്നേക്കും. ഇന്ന് ആരാധന ദിവസമാണ്. ഒരു 6 മണിക്ക് മുമ്പൊക്കെ എഴുന്നേക്കും. 8 മണിയെല്ലാം തീർത്ത് കുളിച്ച് എല്ലാവരും ഒരുക്കി 9:45 ആകുമ്പോഴത്തേക്കും കളമശ്ശേരി എത്തും. ഇപ്പൊ എവിടെ പോകാനാ? ഒന്നും പോകണ്ട. 10 മണിയാകുമ്പം സൂമിൽ വന്നിരുന്ന് കുളിച്ചിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഓൺ ചെയ്തില്ല, അത്രേ ഉള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. കുറച്ചും കൂടെ നമ്മൾ സുഖമാന്മാരായിട്ട് മാറിയോ? ഒരു സ്ട്രെയിൻ കൊടുക്കാതെ ചിലരോട് ഇങ്ങനെ അങ്ങ് പോകാൻ നല്ലതെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതാ കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് തെറ്റിപ്പോയി. ക്രിസ്തുവിനെ നേടേണ്ടതിന്, അവനോട് അനുരൂപപ്പെടേണ്ടതിന്, അവനിൽ ഇരിക്കേണ്ടതിന്, അവനെ അറിയേണ്ടതിന്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും രുചിച്ചറിയേണ്ടതിന് എല്ലാം ഒരു സുഖം. ഏതാണ്ട് ഏറ്റവും കുറഞ്ഞവൻ ഈ കാടപക്ഷിയുടെ കുറിച്ച് പറഞ്ഞേക്കുന്നത് അവരുടെ ഏറ്റവും ചെറിയവൻ 10 പറ പിടിച്ചുകൂട്ടി എന്ന് പറയുന്നവർ ഏറ്റവും കുറഞ്ഞവൻ 2 കിലോ കൂടിയിട്ടുണ്ട്.
ഏറ്റവും കുറഞ്ഞു. ഇതൊരു നല്ല കാലമായിട്ട് തോന്നുന്നുണ്ടോ ദൈവമക്കളെ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശോധനയുള്ള സമയമാണിത്. ഇങ്ങനെ പോയാൽ പോരാ. കാരണം എന്താണെന്ന് അറിയാമോ? ഭൂലോകമൊക്കെയും സുവിശേഷം നമ്മൾ കേട്ടു, സുവിശേഷം പ്രസംഗിക്കപ്പെടും. ഈ പോയി ഒരാത്മാവിനെങ്കിലും നേടാൻ പറ്റുമോ? ഒരാളോട് സുവിശേഷം പറയാൻ പറ്റുമോ? ഇങ്ങനെ അങ്ങ് പോയാൽ പറ്റുമോ? ലോക്ക്ഡൌൺ ആയിട്ട് അകത്തിരുന്ന ആരോടെങ്കിലും സുവിശേഷം പറയാൻ പറ്റുമോ? ഇത് മാറണം. ദൈവത്തെ പെട്ടെന്ന് മാറാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കൊറോണ കീഴടങ്ങണം. നമ്മൾ ഫ്രീ ആകണം. നമുക്ക് പഴയതുപോലെ ആരാധിക്കണം. വീടുകളിൽ പ്രാർത്ഥന നടത്തണം. സെല്ല് കൂടണം. ഹൗസ് ചർച്ച് കൂടണം. ജാമും ബ്രെഡൊക്കെ മേടിച്ച് എല്ലാവർക്കും കൊടുത്ത് എന്തൊരു ഉത്സവം പോലെ ആയിരുന്നു അല്ലേ? എത്ര നാളായി നമ്മുടെ ഒരു ഹൗസ് ചർച്ച് കൂടിയിട്ട്? എത്ര നാളായി ഏരിയ കൂടിയിട്ട്? എത്ര നാളായി സോൺ കൂടിയിട്ട്? നിനക്കൊരു നഷ്ടബോധം തോന്നുന്നുണ്ടോ? നമുക്കൊരു നഷ്ടം തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇങ്ങനെ പോയാൽ മതി തോന്നിയെങ്കിൽ നിങ്ങളെപ്പോൾ അരിഷ്ടം വേറെ ഇല്ല. നല്ല സുഖം എന്ന് പറഞ്ഞാ ശരിയാ. നമ്മള് ഒത്തിരി ചിന്തിക്കണം. പഠിക്കാൻ സമയത്ത് അതിനോടൊപ്പം ചിന്തിക്കാൻ നോക്കണം. ഈ നാളുകളില് ഈ ടോപ്പിക്ക് വെറുതെ അല്ല. ചുമ്മാ ഒരു എല്ലാ സഭായോഗത്തിനും എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് കുറെ പേര് പഠിക്കും, കുറെ പേര് പഠിക്കത്തില്ല. 40 പേര്, 20 പേരൊക്കെ. പക്ഷെ ഇത് നിങ്ങളുടെ വീട്ടിലൊന്ന് പറയുക. ഇതുപോലും കേൾക്കാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഇതോടൊപ്പം എനിക്ക് ആക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. കാരണം മറ്റൊരു ഉപവാസ പ്രാർത്ഥനയിൽ കൂടുന്നതിനൊക്കെ ആളുള്ളത് വചനം ഇപ്പൊ കേൾക്കുന്നുണ്ട്. സൂം വഴിയായിട്ടും യൂട്യൂബ് വഴിയായിട്ടും കേൾക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഇന്റർനാഷണൽ കേൾക്കുന്നുണ്ട്. പക്ഷെ കേട്ടാ പോരാ, ഒരുങ്ങണം. കേൾക്കുന്നതിന്റെ ഗുണം ഉണ്ടാകണം. ഞാൻ പലപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്. ഞാനൊരു കൊച്ചപ്പൻ, അദ്ദേഹത്തിന്റെ മകനുണ്ടായിരുന്നു. നമ്മളൊക്കെ പഴയ കാലത്ത് വീട്ടിൽ ചെന്ന മോനെ നീ ആരാകും? ഡോക്ടറാവോ എഞ്ചിനീയറാവോ ചോദിക്കും. ചേട്ടാ മോനെ നീ പഠിച്ച് ഡോക്ടറാവോ, പഠിച്ച് എഞ്ചിനീയറാവോ? പറഞ്ഞ മറുപടി ഞാൻ പഠിച്ച് കൊരങ്ങനാവും. തമാശക്ക് പറഞ്ഞതാ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പഠിച്ച് കൊരങ്ങന്മാരാവാൻ. ഒരു രൂപാന്തരം, ഒരു ചേഞ്ച്. നമ്മള് എന്തോ പഠിക്കുന്നത് അഭിനയിക്കാനാണോ? ഓസ്കാർ അവാർഡിന് വേണ്ടിയിട്ടാണോ? നന്നായിട്ട് അഭിനയിക്കുന്നവൻ കൂടുതൽ വിജയിക്കും. നമ്മൾ അഭിനയിക്കാനല്ല, വെറും റോ ആയിക്കോട്ടെ, നിഷ്കളങ്കരായിട്ട് നമ്മൾ ഉള്ളത് പോലെ. അപ്പൊ 10 കന്യകമാര് ഒരുപോലെ ചാൻസ് കിട്ടിയവരാണ്. രാവിലെ എഴുന്നേറ്റ് ഒരുപോലെ ഒരുങ്ങിയതാണ്. ഒരുപോലെ വിളക്കും കൊണ്ട് ഇറങ്ങിയതാണ്. വെറുതെ ഒന്നല്ല, ഒരുങ്ങി തന്നെ വന്നതാണ്. പക്ഷെ മണവാളൻ താമസിച്ചു പോയി. ഈ 21 സുവാസം കഴിഞ്ഞാലും കർത്താവ് വരെ താമസിക്കണം. എന്ത് ചെയ്യും? പത്രോസ് പറഞ്ഞു, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ അവൻ വരാൻ താമസിക്കുന്നില്ല. ചിന്തിക്കുവോ? അവൻ ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. നമ്മുടെയൊക്കെ പാപജീവിതത്തിൽ നിന്ന് മാറ്റം വരുത്തി ഇന്നലെ നന്നാ നാളെ നന്നാവെന്ന് വിചാരിച്ച് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ എന്നാ പറയുന്നത് പത്രോസ് പറയുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തില് ഈ സ്റ്റഡി കൊണ്ട് പ്രയോജനം ഉണ്ടാണ്. വേറെ ആർക്കും പ്രയോജനം വന്നില്ല, നമുക്ക് വിഷമമില്ല. നമുക്കുണ്ടാവും. നമ്മൾ ഒരുങ്ങണം, ഉണരണം, ഒരുങ്ങിയിരിക്കണം. ഒരുങ്ങിയിരിപ്പീൻ. ഒരുങ്ങി കിടക്കാനല്ല പറഞ്ഞത്. 10 കന്യകമാര് ഒരുങ്ങിയിട്ടും കിടന്നു അല്ലേ? ഒന്ന് വായിച്ചു നോക്കി. ആ ഭാഗം ഒന്ന് വായിച്ച്. അർദ്ധരാത്രി 5-ാം വാക്യം. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും വായിച്ചോ.
പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും അതിങ്ങനെ തൂങ്ങി, മയക്കം പിടിച്ച് തൂങ്ങി 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 വീഴാൻ പോകുന്നു. ഒരെണ്ണം ഇടത്തോട്ട് വീഴുന്നു, ഒരെണ്ണം വലത്തോട്ട് വീഴുന്നു. തൂങ്ങി തൂങ്ങി ഒരെണ്ണം പറഞ്ഞു എനിക്ക് അതിരിക്കാൻ ഞാൻ കിടക്കട്ടെ, ആർക്കൂടി എഴുന്നേറ്റോളാം. അതിന്റെ താമസം അടുത്ത് ഇറങ്ങിപ്പോയി. അതിനെ കണ്ടപ്പോ മൂന്നാമത്തെ പോയി. ഈ ഇതിന് ഒരു സൈക്കോളജിക്കൽ എഫക്ട് ഉണ്ട്. പത്രോസ് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ബാബുച്ചാൻ കഴിച്ചു പ്രസംഗിച്ചതാണ്, കേട്ടു. പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, എല്ലാവരും ഞങ്ങളും പോരുന്നു. ഇതൊരു സൈക്കോളജിയാ. പിന്മാറ്റത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മുമ്പേ പോകുന്നതിന്റെ പുറകെ പോകുക എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ വർക്ക്. ഇതാണ് ഭൂരിഭാഗം ആളുകൾ എങ്ങോട്ട് പോകുന്നു അതിനായിട്ട് ഇപ്പോഴും അതിന്റെ സ്ഥിതി. എല്ലാ കാര്യത്തിലും ഭൂരിപക്ഷം നോക്കും. ഞാൻ കാര്യം വിടുകയാണ്. പക്ഷെ ഞാൻ പറയട്ടെ ദൈവങ്ങളെ, 10 എണ്ണം പോയി, മയക്കം പിടിച്ചു ഉറങ്ങി. മയക്കം പിടിച്ചെന്ന് പറഞ്ഞാൽ ഇരുന്നുകൊണ്ട് തൂങ്ങി കുറെ നേരം. പഴയ കാലത്ത് കാരണവര് പറഞ്ഞു നിന്നെ ശർക്കര തൂക്കുകയാണെന്ന് ചോദിക്കായിരുന്നു. തൂങ്ങി, ഇരുന്നുകൊണ്ട് തൂങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ തോന്നി ഈ തൂങ്ങി തൂങ്ങി ഒന്ന് കിടക്കാം, ഒന്ന് മന്നിച്ചേക്കാന്നാ പറയുന്നത്. ഒന്ന് മന്നിച്ചേക്കാം. 20 എണ്ണം പോയി കിടപ്പായി. അർദ്ധരാത്രിക്ക് അടുത്ത വാക്യം. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പ് വിളി ഉണ്ടായി. കേട്ടോ, എന്ന് ആർപ്പ് വിളി ഉണ്ടായി. ഭൂലോകം കുലുങ്ങത്തക്കൊണ്ടുള്ള ആർപ്പ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും വേൾഡ് മുഴുവൻ വിളങ്ങും, കുലുങ്ങും. പക്ഷെ ഒരു കൂട്ടരെ കേൾക്കുള്ളൂ. 10,000 സൂര്യന്മാരെ വെല്ലുന്ന പ്രകാശവും ഇടിമുഴക്കുന്ന ശബ്ദവും ഒക്കെ വന്നിട്ട് ഈ പാവം പൗലോസ് മാത്രമേ കേട്ടുള്ളൂ. കൂടുതലുള്ളവർക്ക് ഒന്നും മനസ്സിലായില്ല. കാത്തിരിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ശബ്ദമാണത്. കാത്തിരിക്കുന്നവനെ ഞാൻ, എന്റെ പാട്ട് വരെ പറഞ്ഞത്, കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടൂ, എന്റെ കൺകൾ കൊതിച്ചിടുന്ന കൊതുകമുടെ. കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ കൺകൾ കൊതിച്ചിടുന്ന കൊതുകമുടെ. കാലമേറെ ചൊല്ലും മുമ്പേ കാഹളനാദം കേൾക്കുവാൻ, കാലമേറെ കൊല്ലും മുമ്പേ കാഹളനാദം കേൾക്കുവാൻ കാതുകളും കൊതിക്കുന്നേ കാരുണ്യവാരിതേ ദേവ. പാടും ഞാൻ പരമേശ്വരനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയത് പാടും ഞാൻ പരമേശ്വരനു സതതം. നമുക്ക് പാടാനുണ്ട്, നമ്മുടെ പാപം ക്ഷമിച്ചവർക്ക് പാടാനുണ്ട്. കാര്യം കാഹളം നിൽക്കുമ്പോൾ ഞാൻ കേൾക്കും. കാതുകൾ കൊതിക്കുക കാഹളം കേൾക്കാൻ. ഒരു കൊതി നമുക്കുണ്ടോ? ഞാൻ തമാശയായിട്ട് പറയാണ്, നാളെ 12 മണിക്ക് മരിക്കും എന്ന് പറഞ്ഞ ഇഷ്ടമാണോ? നാളെ 12 മണിക്ക് മരിക്കും. എന്റെ പൊന്നെ, എന്നൊരു പുതിയൊരു ഉപവാസം തുടങ്ങും. ഉച്ചയ്ക്ക് കഴിച്ചില്ല, കാലത്ത് കഴിച്ചില്ല, ഇന്ന് വൈകുന്നേരം കൂടെ കഴിക്കുന്നില്ല. എന്തിനാ? മക്കള്, നമ്മൾ ഈ ലോകത്തോടുള്ള പറ്റുമാനം ഒന്ന് കുറഞ്ഞില്ലെങ്കിൽ വലിയ പാടാകും. നമുക്ക് വലുതെന്ന് പറയുന്ന ആളുകൾ നമ്മളെ കുറിച്ച് വലിയ വർത്താനം പറയണം, വലിയ അപ്രീഷിയേറ്റ് ചെയ്യണം, നമ്മളെ പൊക്കി നടക്കണം, നമ്മൾ വലിയ ആളാന്ന് പറയണം. ഒരു വസ്തുവിടെ അത്. വേറെ വസ്തുവിടെ ആര് ചത്താലും ജീവിച്ചാലും വേണ്ടിയല്ല, എനിക്ക് ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം, അത് വേറെ വസ്തുവിടെ. ഇനി വേറെ വസ്തുവിടെ നോക്കിയാലോ, എന്തെല്ലാം നാട്ടിൽ നടന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ കാര്യം നടന്നു വെച്ചാൽ മതി. കൊറോണ വരട്ടെ, അത് അതിന്റെ പാട്ടിന് പോകും, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങനത്തെ ഒരു പ്രാകൃത ചിന്താഗതി കൊണ്ട് നമ്മൾ ജീവിക്കാൻ നോക്കരുത്. ബാർബേറിയൻ തോട്ട് ഫിലോസഫി, ബാർബേറിയൻ ഫിലോസഫി. നമ്മൾ റിഫൈൻഡ് ആണ്. വിദ്യാഭ്യാസം കൊണ്ടല്ല, പഠിപ്പ് കൊണ്ടല്ല, നിറം കൊണ്ടല്ല, പൊക്കം കൊണ്ടല്ല, വണ്ണം കൊണ്ടല്ല, വലിപ്പം കൊണ്ടല്ല, കാശ് കൊണ്ടല്ല, ബാക്കി ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ടല്ല, ദൈവവചനം കൊണ്ട് റിഫൈൻഡ് ആണ് നമ്മള്. ഈ വചനം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയാലും നമ്മൾ എവിടെ ആയിരുന്നേനെ. ഇന്ന് ആരെങ്കിലും ഇപ്പൊ ഇത്രയും പേര് ഈ 9 മണി 8:40 ആയപ്പോ
ഈ പോസ്റ്റ് വലിപ്പത്തിലുള്ള സ്റ്റാമ്പ് നോക്കിയിരിക്കുവോ? ഞാൻ പ്രസംഗിക്കോ ഇങ്ങനെ നോക്കിയോട് പ്രസംഗിക്കോ? ഇല്ല. കണ്ടാൽ തന്നെ നമുക്ക് പ്രസംഗിക്കാൻ പാടാണ്. ചിലരൊക്കെ ചിരിക്കണോ വേണ്ടയോ എന്നുള്ള ഭയങ്കര ഡൗട്ടില്ല, ഭയങ്കര ഡൗട്ടാ. ചെറിയ മുഖമാണെങ്കിലും ചിരിച്ചാറിയാട്ടോ. മുഖം ഈ വരലിന്റെ അത്രയേ ഉള്ളൂ, പക്ഷെ ചിരിച്ചാൽ മനസ്സിലാവും. അപ്പൊ അത് ഡൗട്ട്. വരെ പറയണോ ഇത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല. എന്തൊരു നമ്മളൊന്നും മാറിയെങ്കിൽ എന്നെ ആലോചിക്കാണ്. നമ്മളൊന്നും മാറിയെങ്കിൽ നമ്മളിത് നേരെ കുറെ നേരം ഇതിന്റെ മുമ്പിൽ വന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകാനാണോ ഉദ്ദേശിക്കുന്നത്? ദൈവം അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്തൊക്കെ ഒരു ഫെലോഷിപ്പ് എന്നൊരു വാക്ക്, കൊയിനോനിയ എന്നൊരു വാക്ക് കിടപ്പുണ്ട്. കൊയിനോനിയ നടക്കണമെങ്കിൽ വേറെ ഒന്നും വേണ്ട. നിങ്ങൾ പാല് കൊടുത്തില്ലെങ്കിലും, പഞ്ചസാര കൊടുത്തില്ലെങ്കിലും, ജിലേബി കൊടുത്തില്ലെങ്കിലും, ലഡു കൊടുത്തില്ലെങ്കിലും, ഇറച്ചിക്കറി കൂട്ടി ചോറ് കൊടുത്തില്ലെങ്കിലും, ബിരിയാണി കൊടുത്തില്ലെങ്കിലും കൊയിനോനിയ നടക്കും. ഒരു സ്തോത്രം കൊണ്ട് നടക്കും കമ്മ്യൂണിക്കേഷൻ. അപ്പോ അത് വേറെ വിഷയമാണ്. ഞാൻ പറയാണ്, ഈ 10 കന്യകമാര് പുറപ്പെട്ടിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഒരു വാക്കും ഇണ്ടാത്തവരുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്, ഒരു വാക്ക് പോലും ഇണ്ടാത്തത്ര പേരുണ്ട്. സൂമിലല്ല, ഫോണിനെങ്കിലും. അപ്പൊ നമുക്ക് ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വലിയ സന്ദർഭങ്ങളാണ് ഇത്. ഇതുപോലെ ഇങ്ങനത്തെ സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാണുകയല്ല. ഇങ്ങനെ അടച്ചിട്ട് പൂട്ടിയിരുന്ന് സൂം ഇട്ടുണ്ട് മീറ്റിംഗ് നടക്കുന്ന കാലഘട്ടം ഉണ്ടാവും, എനിക്കറിയത്തില്ല. അത് ഇത് തന്നെ ഉണ്ടാകത്തുള്ളൂ, അതും എനിക്കറിയത്തില്ല. ഇത് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നതിൽ ഇങ്ങനെ പോയാൽ പോരാ. We have to change. We have to change our attitude. മനോഭാവം ചേഞ്ച് ചെയ്യണം. ശ്രീനാരായണ ഗുരുവിന്റെ സ്റ്റാച്യു ജംഗ്ഷനിൽ ഇരിക്കുന്ന പോലെ നമ്മൾ ഇരുന്ന് ഇരിക്കാൻ അല്ല നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്നത്. There should be interactions. ഇപ്പൊ പിള്ളേരുടെ ക്ലാസ് ഞാൻ എടുക്കുമ്പോ കഴിഞ്ഞ ആഴ്ച അവന് പരീക്ഷിച്ച് നോക്കി. പിള്ളേർ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, സംശയമുണ്ട്, ചോദിക്കുന്നുണ്ട്, ഒത്തിരി ഇന്ററാക്ഷൻ ഉണ്ട്. Why can't be there interaction here also? ഏതായാലും 10 കന്യകമാര് അവർ മയക്കം പിടിച്ച് ഉറങ്ങി. ഉറങ്ങിയപ്പോഴാണ് ആർപ്പിന്റെ ധ്വനി, ഗംഭീരനാഥം, മണവാളൻ വരുന്നു. അടുത്ത വാക്യം. അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പ് വിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. കുറ്റം പറയരുതല്ലോ, 10 എഴുന്നേറ്റു. 10 എഴുന്നേറ്റു, 10 വിളക്ക് തെളിയിച്ചു. എന്നിട്ട് എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 10 പേര് കിടന്നുറങ്ങിയിട്ട് 5 പേരുടെ വിളക്ക് കെട്ടുപോകുന്നു, 5 പേരെ കത്തുന്നില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ടാവും? നോക്കിയിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? എന്താ സംഭവിച്ചേക്കുന്നത് അവിടെ? എണ്ണ വെച്ചുകൊണ്ടുപോയോ? നിങ്ങളുടെ എണ്ണയിൽ, നിങ്ങളുടെ വിളക്കിന്ന് കുറച്ചു തരാനാ പറയുന്നത്. നിങ്ങളുടെ എണ്ണയിൽ കുറച്ചു തരാൻ. ഞങ്ങളുടെ വിളക്ക് 8-ാം വാക്യം വായിച്ച്. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. മിനറൽ വാട്ടറിന്റെ കുപ്പിയിൽ എണ്ണ എടുത്തിട്ടില്ല. ഇന്നാണെങ്കിൽ അത് വിചാരിക്കും മിനറൽ വാട്ടർ ഉണ്ട്, അതിന്റെ പോലെ കളഞ്ഞ് എണ്ണ ഇവര് സ്പെയർ എണ്ണ കൊണ്ടുപോയിട്ടില്ല. മണവാളം വരുന്ന ശബ്ദം കേട്ടപ്പോ 10 പേര് വിളക്ക് തെളിച്ചു. ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും അന്നേരം വഴിയിട്ടത്. എന്തായിരുന്നറിയാമോ? 10 എണ്ണത്തിൽ 5 എണ്ണം ഈ വിളക്ക് പോലും കെടുത്താനില്ലാതെ നോക്കാതെ കിടന്നുറങ്ങി. ബാക്കി ബുദ്ധിയുള്ള 5 എണ്ണം ഇനി ഈ വിളക്ക് കത്തിക്കുന്നവർ എന്ത് ചെയ്യാനാ? മണവാളം വരുമ്പോ വിളക്കെടുത്താൽ മതിയല്ലോ, കെട്ടിരിക്കട്ടെ അവിടെ. മണവാളിന്റെ ശബ്ദം കേട്ടപ്പോ എല്ലാവരും വിളക്ക് കത്തിച്ചു. 5 എണ്ണത്തിന് തീ പിടിക്കും, വിളക്ക് കത്തും. 5 എണ്ണം കരിന്തിരി കെട്ടുപോയതാ. കാരണം ഇത് മണവാളം വരാൻ താമസിക്കുന്ന അനുസരിച്ച് വിളക്ക് കത്തിക്കൊണ്ടിരിക്കല്ലേ.
എണ്ണ തീർന്നു പോയി. അപ്പൊ ഒരെണ്ണത്തിനകത്ത് എണ്ണ തീർന്നിട്ടില്ല, എണ്ണ ഫുൾ ടാങ്ക് ഉണ്ട്. കാരണം അവര് കെടുത്തി മാറ്റിവെച്ച് കിടന്നുറങ്ങി. ആ വാർപ്പിന്റെ ഇതിന് വന്നപ്പോൾ അവരെഴുന്നേറ്റ് അവര് വിളക്കെടുത്ത് കത്തിച്ചു. അതിന് എണ്ണയുണ്ട്, കരുതി കത്തി പോയില്ല. മറ്റവരെന്താ പറയുന്നറിയാം? ഒന്നുകൂടെ വായിച്ചാൽ വാക്യം. ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നു. കരിന്തിരിയാ സാധനം. തീപിടികൊള്ളി വെച്ചാൽ കൈകൊള്ളു, അല്ലാണ്ട് വിളക്ക് എത്തത്തില്ല. ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നു. ആര് പറഞ്ഞു? ബുദ്ധിയില്ലാത്തവര്. ദൈവങ്ങളെ നമ്മൾ ബുദ്ധിയില്ലാത്തവരാകരുത്. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. ഞങ്ങളുടെ വിളക്കിൽ നിന്ന് ഊറ്റിയിട്ട് ഇപ്പൊ കത്തിക്കണ്ട, മനസ്സിലായോ? എന്റെ വിളക്കിൽ നിന്ന് ഊറ്റിയിട്ട് ആരും കത്തിക്കണ്ട. ദൈവമക്കളെ, നിങ്ങളെ സഹായിക്കാൻ ഒരാൾക്കും പറ്റുകയില്ല, ഒരുത്തിനും സഹായിക്കാൻ കാണൂല. നിങ്ങളുടെ വിളക്ക് കെട്ടുപോയാൽ കെട്ടത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കയ്യിലുള്ള വിളക്ക് കരിന്തിരി കത്താതെ സൂക്ഷിക്കണം. മാത്രമല്ല, പാട്ടുകാരൻ പാടുന്ന പോലെ എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ. കാലത്ത് എണ്ണയും കൊണ്ട് പോകുന്നതാ, പക്ഷെ കരിന്തിരി എത്തിപ്പോയി 5 എണ്ണം കരിന്തിരി എത്തിപ്പോയി 5 എണ്ണം കെടുത്തി വെച്ചുകൊണ്ട് തക്ക സമയത്ത് കത്തിക്കാൻ പറ്റും. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. കണ്ടോ? അവര് വാങ്ങുവാൻ പോയപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഇവർക്ക് അപ്പൊ ബോധം വന്നു, ബുദ്ധിയില്ലാത്തതിന് ബോധം വന്നു. അവര് വാങ്ങുവാൻ പോയപ്പോൾ തൊട്ടടുത്ത പെട്ടിക്കടയിലോട്ട് ഓടി എണ്ണ മേടിക്കാൻ. അവർ വാങ്ങുവാൻ പോയപ്പോൾ അബദ്ധം പറ്റല്ലേ? അന്നേരം ഓടിയ നടക്കത്തില്ല, അന്നേരം ഓടിയ കിട്ടത്തില്ല. ആ സമയത്ത് മണവാളം വന്നു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു. ഒരുങ്ങിയിരുന്നവർ ഏതാ? മറ്റൊരുങ്ങിയല്ലേ? മറ്റൊരു ഒരുങ്ങിയതാണ്. പക്ഷേ ഉപയോഗമില്ലാത്ത പ്രയോജനപ്പെടാത്തൊരു ഒരുക്കമായിരുന്നു 5 പേരുടെ. 5 പേരുടെ ഒരുക്കം ബുദ്ധിയോടെ ആയതുകൊണ്ട് അവര് ചെന്ന് വിളക്കൊണ്ട് ചെന്നു. എന്നിട്ട് അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. കൃപയുടെ വാതിലടയാൻ പോകുന്ന പാട്ടുണ്ട്. ഈ വാതിലടയും. ഇത് അടയുന്നതിനും നമുക്ക് അകത്ത് കയറാൻ സാധിച്ചാൽ നമ്മുടെ ഭാഗ്യവാന്മാരാണ്. വാതിലടക്കുകയും ചെയ്തു. എന്നിട്ട് അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു. അതിന്റെ ശേഷം മറ്റേ പാട്ടിൽ വന്നു. നമ്മൾ അതിനകത്ത് അങ്ങനെ ഉണ്ടായിരുന്ന സ്ഥിതി എന്താന്നേ വായിച്ചേ. കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. ജെന്യൻ ഡിമാൻഡ് അല്ലേ? കാലത്തോട്ട് കാത്തിരുന്നതാണ്, ഒരുങ്ങിയതാണ്, പുറപ്പെട്ടതാണ്. തക്ക സമയത്ത് കർത്താവ് വരാൻ താമസിച്ചുകൊണ്ട് അതിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. മണവാളിന്റെ കുഴപ്പമാണ്. മണവാള സമയത്ത് വന്നിരുന്നെങ്കിൽ ഇവരുടെ ഇവിടെ കത്തിയനെ. ഇപ്പൊ കുഴപ്പം മണവാളിന്റെ കുഴപ്പമാണേലും കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് 5 പേരും കൂടെ പോവുക. എന്നിട്ട് അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ യൂണിഫോം നോക്കിയല്ലേ നിങ്ങൾ അകത്തോട്ട് കയറ്റുന്ന, വിളക്ക് എത്തോട്ട് നോക്കിയ ഒരേ യൂണിഫോമാ, ഒരേ വിളക്ക, ഒരേ കാര്യത്തിന് ഇറങ്ങിയതാ, ഒരുങ്ങി ഇറങ്ങിയതാ. പക്ഷെ വിളക്ക് കത്തുന്നുണ്ടോ? നമ്മുടെ വിളക്ക് കത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ദിനംതോറും പരിശോധിക്കണം, ഓരോ നിമിഷവും പരിശോധിക്കണം. എന്നിട്ട് കത്തുമെന്ന് ഉറപ്പാക്കുന്നതാണ് ബുദ്ധി. വല്ലോണം കെട്ടിപ്പൊക്കിയോണ്ട് കാര്യമില്ല. നമ്മുടെ ബുദ്ധിയുള്ള മനുഷ്യനും ബുദ്ധിയില്ലാത്ത മനുഷ്യനും നമുക്ക് അറിയാം. ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേലെ അടിസ്ഥാനം ഇട്ട് വീട് പണിതു. ബുദ്ധിയില്ലാത്തവൻ പുല്ല് പെട്ടെന്ന് പണിതു. കാഴ്ചക്ക് 2 ഒരുപോലെ ആയിരുന്നു. പക്ഷെ മഴ പെയ്തപ്പോഴാണ് ഗുണം മനസ്സിലാവുന്നത്. ദൈവമക്കളെ, കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. കാഹളം ധ്വനിക്കുമ്പോൾ ഈ ചെയ്തെല്ലാം വെറുതെ ആയിരുന്നു. എന്നിട്ട്
ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഒന്ന് ആലോചിക്കുക. മനോളം പറയാണേ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളെ അറിയത്തില്ല കേട്ടോ. മനോളം പറയാ, സത്യമായിട്ട് നിങ്ങൾ എനിക്ക് അറിയത്തില്ല. അടുത്തത്, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിക്കുന്നു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. നമുക്ക് അറിയാമായിരുന്നെങ്കിൽ ഒരുപാട് 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 ചെയ്യാമായിരുന്നു. 24-ാം അധ്യായം 42 തൊട്ട് ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. പേഴ്സണൽ ആയിട്ടാണത്, സഭയുടെ ദൂതല്ല. നിങ്ങളുടെ കർത്താവ് ഏത് സമയത്ത് വരുന്നുവെന്ന് അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. ദർ ഇസ് എ സഫിഷ്യന്റ് റീസൺ. നമ്മൾ ഉണർന്നിരിക്കാനുള്ള എല്ലാ റീസണും ഉണ്ട്. കാരണം എന്താ? കർത്താവ് എപ്പോഴും വരുന്ന അറിയത്തില്ല. ഉണർന്നിരിപ്പീൻ. അടുത്തത്, കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. കള്ളം വരുന്ന യാമം അറിഞ്ഞിരുന്നുവെങ്കിൽ ഉണർന്നിരുന്നേനെ. മണ്ടത്തരം പറ്റരുത്. നമുക്ക് ഒരിക്കലും മണ്ടത്തരം പറ്റരുത്. അടുത്ത വാക്യം, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രന് വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ദൈവമക്കളെ, സുവിശേഷങ്ങളിൽ ഈ 3 സുവിശേഷങ്ങളിൽ ആയിട്ട് 11 പ്രാവശ്യം മത്തായിയിലും 9 പ്രാവശ്യം മർക്കോസിലും 4 പ്രാവശ്യം ലൂക്കോസിലും, ആകെ 24 സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്ന കർത്താവ് പെട്ടെന്ന് വരും, നനയ്ക്കാത്ത നാഴികയിൽ വരും, ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം. ഈ ഭാഗത്ത് മാത്രം പറഞ്ഞേക്കുന്നതാണ്. ബാക്കി ഞാൻ വേറെ പറയാം. 24 പ്രാവശ്യം ആവർത്തിച്ച് ശിഷ്യന്മാരെന്താ ചോദിച്ചാൽ അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും നിന്റെ ലക്ഷണം എന്ത്? ലോകാവസാനത്തിന്റെ ലക്ഷണം എന്ത്? അതിന് കൊടുത്ത ആൻസറിൽ 24 പ്രാവശ്യം പറഞ്ഞ ഉണർന്നിരിപ്പിന് 24 ടൈംസ് എന്ന് പറഞ്ഞാൽ 24 hours നമ്മൾ ഇരിക്കണമെന്ന് ഉണങ്ങി ഉണർന്ന് തന്നെ ഇരിക്കണം. ഉറങ്ങുക 24 hours. നമ്മൾ വാച്ച്ഫുൾ ആയിരിക്കണം. അറിയാതെ നമ്മൾ കാത്തുനിൽക്കുന്ന കർത്താവ് എപ്പോഴും പാട്ട് പാടിയതുപോലെ കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നാളെ ബാബുച്ചാനായിരിക്കും, ശനിയാഴ്ച ഈപ്പച്ചാനായിരിക്കും, ഞായറാഴ്ച വൈകിട്ട് ഞാൻ അടുത്ത ഭാഗം പറയാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വരി പാട്ട് പാടാം. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി. ഷാദിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ പ്രിയരെ കാണാറായി. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ കഷ്ടങ്ങളെ പ്രിയരെ കാണാറായി. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പ്രിയനേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാരന്തനായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം,
കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരം ഭൂമിയിൽ നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. അന്ധകാരം ഭൂമിയിൽ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോ, അന്ധകാരം ഭൂമിയിൽ വ്യാപരിച്ചിടുമ്പോ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോ, അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമെൻ കൂട്ടാളിയാണേ. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമെൻ കൂട്ടാളിയാണേ. പ്രിയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൽ ക്രിസ്തീയ ജീവിതം നീങ്ങിപ്പോയിടുമ്പോ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോ, സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോ, യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോ, യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. പ്രാർത്ഥിച്ച് നമുക്ക് കേൾക്കാം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ നന്ദിയോടെ 4-ാമത്തെ ദിവസത്തിന്റെ സമാപന രാത്രിയില് അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് അങ്ങയുടെ പ്രത്യനിൽ കൂടി സംസാരിച്ചുകൊണ്ടിരുന്നവർക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന പാതിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവില് ഞങ്ങൾ ഒരുങ്ങേണ്ടതുപോലെ ഒന്ന് ഒരുങ്ങുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ കൊച്ചു കാര്യങ്ങളെ പോലും നീക്കേണ്ടത് നീക്കുവാൻ, ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ബുദ്ധിയെ കർത്താവെ തെളിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ സ്നേഹത്തിനായി സ്തോത്രം. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് അറിയായികൊണ്ട് ഉണർന്നിരിപ്പീൻ. നനയ്ക്കാത്ത നാഴികയിൽ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ. രാത്രി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ, ഞങ്ങളുടെ പുറമെയുള്ള ഒരുക്കം മാത്രമല്ല, ഞങ്ങളുടെ അകമയിൽ ഒരുക്കം ആവശ്യമാണെന്ന്. ഞങ്ങളുടെ അകവും പുറവും ഒരുപോലെ കാണുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തിൽ പറയുന്നത് പോലും നിരൂപിക്കുന്നത് പോലും ദൂരതയിൽ നിന്ന് അറിയുന്ന കർത്താവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ കർത്താവ് ഞങ്ങളുടെ അകത്തും ഒരു രൂപാന്തരം ഈ നാളുകളിൽ ഏറ്റെടുക്കത്തക്കവണ്ണം ഞങ്ങളെ കർത്താവെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുകയാണ്. കഴിഞ്ഞകാല ഭക്തന്മാർക്ക് കർത്താവ്, ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർക്ക് മറഞ്ഞിരുന്ന മർമ്മം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുമ്പോൾ ഞങ്ങൾ എത്ര ഭയത്തോടെ ഞങ്ങളുടെ പ്രവാസകാലം കഴിച്ചു കൂട്ടണമെന്ന് ഇന്ന് രാത്രിയിൽ ഞങ്ങളെ ഓർപ്പിച്ചല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടും. കാഹളം തൊലിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. അതെ, കർത്താവിന്റെ ഗംഭീരനാഥം മുഴങ്ങുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം ഹല്ലേലൂയ കേൾക്കുമ്പോൾ, മരിച്ചവർ അക്ഷയരായി ഉയർക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന ഞങ്ങൾ രൂപാന്തരപ്പെടത്തക്കവണ്ണം, കണ്ണിമയ്ക്കുന്നതിനിടയിൽ നടക്കുന്ന ആ സംഭവത്തിൽ പങ്കാളികളാകത്തക്കവണ്ണം ഒരുങ്ങിയിരിപ്പാൻ കർത്താവെ ഞങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുകയാണ്. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരെ കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അതിൽ 5 പേർ ബുദ്ധിയില്ലാത്തവർ, 5 പേർ ബുദ്ധിയുള്ളവർ. അവർ മയക്കം പിടിച്ച് ഉറങ്ങിയെങ്കിലും അർദ്ധരാത്രിക്ക് മണവാളൻ വന്നപ്പോൾ ഹല്ലേലൂയ ബുദ്ധിയുള്ള 5 പേർ ഹല്ലേലൂയ പ്രവേശിച്ചു, 5 പേർ തള്ളപ്പെട്ടു. കൊച്ചു കാര്യത്തിൽ പോലും ഹല്ലേലൂയ ഞങ്ങൾ കരുതലില്ലാത്തവരായി ഇരിക്കാനല്ല, കൊച്ചു കാര്യങ്ങൾ
കാര്യങ്ങളിൽ പോലും ശ്രദ്ധയോടെ നിന്ന് അവസാന നിമിഷം കൈവിടപ്പെട്ടു പോകുവാൻ ഇടയാകാതെ കൊണ്ട് കർത്താവെ ഒരുങ്ങുവാൻ ഞങ്ങൾക്കൊരു കൃപ തരുമാറാകണമെന്ന് കാണും. ഈ വചനങ്ങളൊന്നും വൃഥാവായി പോകുവാൻ ഇടയാകാതെ വണ്ണം ശിക്ഷാവിധിയായി തീരാതെ കർത്താവെ ഞങ്ങളത് ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തിക്കാൻ അങ്ങയുടെ വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രിയും ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ കൃത്യനെ ബലപ്പെടുത്തിയല്ലോ കർത്താവ്. പുതിയ തീരുമാനങ്ങളോടെ പുതിയ പ്രതിഷ്ഠകളോടെ ഇന്ന് രാത്രി ഞങ്ങളെ മടക്കി അയക്കുന്നതോർത്ത് സ്തോത്രം. അങ്ങയുടെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ സൂക്ഷിക്കണം. നാളെ രാവിലെ സമയം ഞങ്ങളെ കൂട്ടി വരുത്തണം. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം സ്വർഗീയ പിതാവ്. ആമേൻ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മളോട് നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ചെയ്യാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ,